രാഷ്ട്രീയ വ്യവഹാരങ്ങളിൽ ആരോപണ വാർത്താ സമ്മേളനങ്ങൾ ഒരു മതം വിശുദ്ധമായി കരുതുന്ന അവരുടേതായ ഒരു മതഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ കൊണ്ടു നടക്കുക, അതിങ്ങനെ പൊക്കിപ്പിടിക്കുക, അതിൽ തൊട്ട് സത്യം ചെയ്യുക എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം ബോറാണ്. ഒരു MLA രാഷ്ട്രീയ നേതാവോ ഇക്കാലത്ത് ചെയ്തുകൂടാത്ത മെലോഡ്രാമയാണ്, കോമഡിയാണ് ബാലിശപ്പണി. അതുപോട്ടെ, ആരോപണങ്ങൾ നിറഞ്ഞ KT ജലീലിന്റെ കാണ്ടം വാർത്താ സമ്മേളനങ്ങൾ, അതിന് PK ഫിറോസിന്റെ മറുപടി, പിന്നെയും ചോദ്യങ്ങൾ, മറുപടി, അങ്ങനെ രാഷ്ട്രീയം, സാമ്പത്തികം, ധാർമ്മികത എന്ന പ്രമേയത്തിൽ പ്രതികാരം പശ്ചാത്തലമാക്കിയാണെങ്കിലും പൊളിറ്റിക്കൽ നറേറ്റീവ് അരങ്ങു തകർക്കുന്ന സമയത്താണ് ഒരു ശബ്ദശകലത്തിന്റെ രൂപത്തിൽ CPM-ന് മുകളിൽ പതിക്കുന്ന ഒരു പ്രഹരം ഒരു മാരക ബോംബാണ്. ഓർത്തുപോവലാണ്. ഗതികെട്ട മനുഷ്യർ കൊലക്കയറിൽ തൂങ്ങിയാടിയ കരുവന്നൂർ കണ്ണീർക്കാലം. അവിടെ ഒരു സമരമുഖത്ത് ഒരു മനുഷ്യനെ കണ്ടതാണ്. ഏതോ രോഗബാധയിൽ അങ്ങേയറ്റം ദുർബലൻ, നിൽക്കാൻ വയ്യ, കാല് രണ്ടും ഈയല് പോലെ വിറക്കലാണ്. ആയ കാലത്ത് ആരുടെ അടുക്കളയിൽ പണിയെടുത്തുണ്ടാക്കിയ പണം, പാർട്ടിയെ വിശ്വാസത്തിലെടുത്ത ബാങ്കിലിട്ട പണം ആരൊക്കെയോ അടിച്ചുകൊണ്ടുപോയ വേദനയിൽ ഞരങ്ങി ഇഴഞ്ഞ സമരമുഖത്തേക്ക് എത്തിയതാണ് ഇപ്പോൾ. ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുപോയോ എന്ന് പോലും അറിയില്ല. അങ്ങനെ എത്ര പേരാണ് കാളകൂട വഞ്ചനക്കിരയായവർ. സാധാരണക്കാർ, അത്താഴപ്പട്ടണിക്കാർ, പ്രായമായ കാലത്ത് ചികിത്സയ്ക്ക് പണമില്ലാതെ മരിച്ചു തലയ്ക്ക് മുകളിൽ നിൽക്കുന്നവർ. അശാന്ത വേദനകൾക്ക് കയ്യും കണക്കുണ്ടായിരുന്നോ? ഏതു മനുഷ്യനും നീറിപ്പോകുന്ന വേദനാ കാഴ്ചകളിൽ ആ അഴിമതി നേരത്തെ അറിഞ്ഞവർ CPM അതിന് കുടപിടിച്ചവരാണ് എന്ന് പറഞ്ഞതിന് നേരിട്ട സൈബർ അധിക്ഷേപങ്ങൾ, വ്യക്തിഹത്യകൾ, കാശ് വാങ്ങി പ്രൊഫൈൽ ഉയർത്താനും ഇകഴ്ത്താനും പാർട്ടിയുടെ വ്യാജക്കുപ്പായമിട്ട് പണിയെടുക്കുന്ന PR സാറന്മാരുടെ പ്രചാരവേലകൾ, പ്രൊപ്പകണ്ടകൾ ഓർത്തുപോകലാണ്. അന്ന് ആ മാപ്രകൾ പറഞ്ഞത് 1000 ഇരട്ടിയിൽ അടിവരയിട്ട് പറയാനാണ്. ഏതോ സായാഹ്നത്തിൽ ഏതോ കടത്തിണ്ണയിൽ ചായ കുടിച്ചിരിക്കുമ്പോൾ രണ്ട് സഖാക്കൾ, ഒരു കാഷ്വൽ വർത്താനമാണ്. സാധാരണ സഖാക്കളല്ല. ഒരാളിപ്പോൾ DYFI ജില്ലാ സെക്രട്ടറി. വിദ്യാർത്ഥികാലം കഴിഞ്ഞ് യുവജനകാലവും കഴിഞ്ഞ് പാർട്ടിയിലേക്ക് എത്തുമ്പോൾ ഉറയ്ക്കുന്ന ഐഡിയോളജിക്കൽ ബോധ്യത്തെ പറ്റിയല്ല, റോക്കറ്റ് പോലെ ഉയരുന്ന സാമ്പത്തിക നിലയെ പറ്റിയാണ്, കൺക്ലോമറേറ്റ് രാഷ്ട്രീയത്തെ പറ്റിയാണ്. അടിസ്ഥാന വർഗ പാർട്ടിയുടെ നേതാക്കൾ അവിശുദ്ധം നാറുന്ന ആസ്തികളെ പറ്റിയാണ് 5 വർഷം മുന്നേയുള്ള ഒരു സാധാരണ സംഭാഷണം. ആ കപ്പലണ്ടി വിറ്റ് നടന്ന കണ്ണേട്ടൻ, രാഷ്ട്രീയം കൊണ്ട് കോടീശ്വരനായ കഥ, കോടാനുകോടികളുടെ ആസ്തി, സഖാവ് AC മൊയ്തീന്റെ ഹൈ ലെവൽ ഹൈ പവർ ഡീലുകൾ, ആ കരുവന്നൂർ കാലത്ത് ആഞ്ഞുകേട്ട ആ സാമ്പത്തിക സിൻഡിക്കേറ്റിനെ പറ്റി എണ്ണി പറയലാണ്. അകത്തുള്ള രാഷ്ട്രീയം നന്നായി അറിയാവുന്ന ചെറുപ്പക്കാരൻ രാഷ്ട്രീയ നേതാവ്. ആ സൈബർ കൊലമുറികൾ, ഓവർ ടൈം പണിയെടുക്കണം, തുടങ്ങണം. ജില്ലാ സെക്രട്ടറിക്കെതിരെ ദയാരഹിതം വേട്ടപ്പണി അടിച്ചു കൊടുക്കണം സാറേ. ചാപ്പകൾ പട്ടിയും പേപ്പട്ടിയുമായി അടിച്ചു കൊന്നില്ലെങ്കിൽ വെക്കണം പാർട്ടിയിൽ നിന്നൊരു പടിയടച്ച പിണ്ടം. ആ രാഷ്ട്രീയാതീത തുരങ്കവേഴ്ചകളെ പറ്റി പറഞ്ഞൊരു നേതാവുണ്ട്. ഈ പോരാളികളുടെ കടന്നൽ രാജാവാണ്. അത് പറഞ്ഞതിന് ശേഷം വെറുക്കപ്പെട്ടവൻ, കടത്തുകാരുടെ കൂട്ടുകാരൻ, വർഗീയവാദി. തൊണ്ടയിൽ ചോര ചുവയ്ക്കും വരെ മുദ്രാവാക്യങ്ങൾ വിളിച്ചും കൊടിപിടിച്ചും പോസ്റ്ററൊട്ടിച്ചും നടക്കുന്ന പാവങ്ങളെ, സാധാരണക്കാരെ. നിങ്ങളുടെ നേതാക്കളിൽ രാഷ്ട്രീയം വിറ്റ് കോടിപതികളായവരുണ്ട്. അവരുടെ മക്കൾക്ക് പഠിക്കാൻ നക്ഷത്ര സ്കൂളുകളുണ്ട്, രമിക്കാൻ ഫാം ഹൗസുകൾ. ആ പ്രത്യയശാസ്ത്രം കെട്ടിപ്പിടിച്ച് ആരുടെയെങ്കിലും കത്തിമുനയിൽ തീർന്നാൽ ആർക്ക് പോയി? വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന നിങ്ങളുടെ അമ്മയ്ക്ക് പോയി. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. കപ്പലണ്ടി കപ്പലണ്ടി കച്ചവടമായിരുന്നു തൃശ്ശൂരാണ്. ജില്ലയിലത്തെ വലിയ വലിയ എന്താണ് അത്ര അപ്പർ ക്ലാസ് ആളുകളുടെ ഇടയിൽ ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരവരൊക്കെ. ശ്രീ രാജു P. നായർ, ഡോക്ടർ ജയരാജ്, ശ്രീ TP ജയേന്ദ്രൻ, ശ്രീ ജോഷി ആന്റണി, ശ്രീ നിബിൻ ശ്രീനിവാസൻ എന്നിവർ ചർച്ചയിൽ ചെയ്യുന്നു. ആദ്യം ഞാൻ ശ്രീ ജോഷിയിലേക്ക് പോകുന്നു. ശ്രീ ജോഷി, താങ്കളുടെ പോരാട്ടകാലമൊക്കെ നമുക്ക് മറക്കാനുള്ള സമയമായിട്ടില്ല. ദയാവധത്തിനുള്ള അഭ്യർത്ഥന, ഷട്ടൂരിയുള്ള പ്രതിഷേധത്തിൻ്റെ ഏതൊക്കെ രീതികൾ പോകാമോ ആ രീതികളിലൊക്കെ അതിനൊക്കെ ഒരു പരിധിവരെയെങ്കിലും ഫലം കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിനെപ്പറ്റി പറയൂ. അതോടൊപ്പം അന്ന് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ താങ്കളുടെ മാത്രമല്ല, ഒരുപാട് യാതനകൾ, ഒരുപാട് വേദനകൾ, കരച്ചിലുകൾ കേട്ട ആ ചർച്ചാകാലത്ത് ഒരിക്കൽ നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ താങ്കളുടെ ചർച്ച എന്നോട് പറഞ്ഞതാണ്, AC മൊയ്തീനെ ഞാൻ സഖാവെന്ന് വിളിക്കില്ല എന്ന് താങ്കളുടെ ചർച്ചയിൽ പറഞ്ഞ് ഞാൻ നന്നായി ഓർക്കുന്നുണ്ട്. മാത്രമല്ല, അവിടെ ഒരു മാഫിയ കൂട്ടുകെട്ടുണ്ടെന്നും ആ കൂട്ടുകെട്ടിലെ പല പേരുകൾ താങ്കൾ പറഞ്ഞു കേട്ടതാണ്. ഇന്ന് DYFIയുടെ ജില്ലാ സെക്രട്ടറി അതേ പേരുകൾ പറഞ്ഞ് 5 വർഷം മുന്നുള്ള ശബ്ദരേഖ താങ്കൾ കേട്ടിരുന്നോ? കേട്ടപ്പോൾ തോന്നിയത് എന്താണ്? ഈ പേരുകളൊക്കെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടുണ്ട്. വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് പഷ്ണി മണക്കുന്ന മൂക്കുണ്ടെന്ന് പറഞ്ഞ് കുഞ്ഞിലെ തൊട്ട് പഠിപ്പിച്ചൊരമ്മയുടെ മോനാണ് ഞാൻ. അത് ഇന്നും അങ്ങനെ തന്നെയാണ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് പഷ്ണി മണക്കുന്ന മൂക്കുണ്ട്. പഷ്ണി എവിടെയാണെന്ന് അവർക്കറിയാം. അതിൻ്റെ തിരിച്ചുള്ളൊരു വെർഷനാണ് പൊതിച്ചോറ് കൊടുക്കുന്നത്. അത് അത്ര ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് ചെയ്യുന്നതും ആളുകൾ. അതിൻ്റെ മറവിൽ പാർട്ടി ഓഫീസുകളിൽ കുറച്ചാളുകൾ ഇമാതിരി സെറ്റിൽമെൻറ്റ് രാഷ്ട്രീയം, ഈ ഡീല് നടത്താമെന്നാണ് ഈ ചെയ്യണത്. ഇവരുടെ ഇടപാട്
എങ്ങനെയാണ് അകൃത്യങ്ങൾ ഇത്രമാത്രമുള്ള ആൾക്കാരെ നേതാവാക്കി വാഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കേട്ടാൽ അറയ്ക്കുന്ന അത്രയ്ക്കും തരത്തിലുള്ള അകൃത്യങ്ങളുള്ള ആളുകൾ നേതാക്കളാവുക, അത് തുടരെ കൊണ്ടു നടക്കുക, അതിനെ ന്യായീകരിക്കാനായിട്ട് അടിസ്ഥാന വർഗത്തിനെ ചുമതലപ്പെടുത്തുക, അത് ചെയ്തോളണം എന്നാണ് താക്കിയത്. ഞാൻ തൃശ്ശൂർ വെച്ച് ഒരു ദിവസം എൻ്റെ വണ്ടി തടഞ്ഞു. ആ ആളിനെ എനിക്ക് ഇപ്പോഴും കണ്ടാലറിയാം. ഞാൻ അന്ന് എന്നോട് പോലീസിലുള്ള ഒരു സുഹൃത്ത് പറഞ്ഞ് ഇന്ന് നീ പരാതി കൊടുക്ക് പോയിട്ട് അയ്യന്തോളം വെച്ചിട്ടാണ് ഉണ്ടായത്, വണ്ടി പറഞ്ഞ് കൊന്നുകളയെന്ന് പറഞ്ഞു. ആർക്കാണ് ഭയം ഇല്ലാതിരിക്കുക? എനിക്ക് ഭാര്യയും 2 മക്കളുണ്ട്, കുടുംബമുണ്ട്. തകർന്ന് കിടന്നിട്ട് അതിന്ന് 2 കാല് തകർത്ത് ഞാൻ 7 വർഷം കിടപ്പിലായിരുന്നു. അതിന്ന് പതുക്കെ പിടിച്ചെണീറ്റ് വന്നതാണ്. ആർക്കാണ് ജീവന് കൊതിയില്ലാത്തത്? എനിക്ക് ഭയമുണ്ട്. ഈ വക ആളുകളുടെ പേരൊന്നും പറയാനേ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയക്കണം, മരണം വരെ ഭയക്കണം. അത് അത്രമേൽ അപകടമാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സെക്രട്ടറി കാലത്ത് പറഞ്ഞത്, അല്ലെങ്കിൽ 5 വർഷം മുൻപ് പറഞ്ഞത്, എയറിൽ കയറിയപ്പോൾ പതുക്കെ മാറ്റി പറഞ്ഞിട്ടുള്ളത്. അത് കുട്ടിയല്ലേ? പക്ഷേ എനിക്കതൊരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു കേട്ടോ. ആ കുട്ടി കോംപ്രമൈസ് ഒന്നും ചെയ്യൊന്നുമില്ല. 20 വയസ്സിൽ പാർട്ടിക്ക് വേണ്ടി ഒരു മാമൂട്ടേട്ടൻ പറഞ്ഞിട്ട് ഫാനിൽ തൂങ്ങി കിടന്ന് ഇടി കൊണ്ടൊരു കുട്ടിയുണ്ട്. അതിൻ്റെ അടുത്ത് ഇമ്മാതിരി ഉമ്മാക്കിയൊന്നും നടക്കില്ല. കോംപ്രമൈസ് ചെയ്യുകയില്ല, ഇവരിട്ട് ഭയക്കുകയില്ല. ഭയപ്പെടുത്താൻ നോക്കിക്കോട്ടെ, നടക്കുമൊന്നുമില്ല. ജോഷി, ഒരുപാട് ഇടപെടലുണ്ടായി സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞ് കളിപ്പിച്ചിട്ടുള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് തോന്നി ഇപ്പൊ ഈ ശരത്ത് പറയുന്നത് ഇത് കരുവന്നൂരിൽ ഈ കണ്ണന്റെ പേരൊക്കെ പുറത്തേക്ക് വരുന്നത് ഇതിന് ശേഷമാണോ അതിന് മുമ്പാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ആ സമയഘടന വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ എം കെ കണ്ണന്റെ പേര് പുറത്തേക്ക് വരുന്ന ED ഒക്കെ വരുന്നതിന് മുമ്പാണ് ശരത്ത് കണ്ണേട്ടൻ ഈ പറയുന്ന തൃശ്ശൂർ റൗണ്ടിൽ കപ്പലണ്ടി വിറ്റ് നടന്ന കോടാനുകോടിപതിയായി എന്നുള്ള അറിവ്. അത് സാധാരണ വർത്താനമാണ്. അത് മനസ്സിലാക്കാൻ ശരത്ത് ഒരു പാവം പിടിച്ചവനാണ്. ഈ പറയുന്ന മറ്റൊരു സഖാവുമായിരുന്നപ്പോൾ സംസാരിക്കുന്ന എല്ലാവർക്കും പറയുന്ന സാധാരണ വർത്താനം. അത് ഒന്നെൻ്റെ ഒരു അറിവ് പറയട്ടെ. ഞാൻ 19 വയസ്സിൽ പാർട്ടി മെമ്പർഷിപ്പ് ഉള്ള ആളാണ്. അന്ന് SFIയുടെ ഏരിയ കമ്മിറ്റിയിലുണ്ട്. തൃശ്ശൂർ ജില്ലയിലത്തെ ഏറ്റവും വലുതെന്ന് ഞാൻ അഭിമാനിച്ചിരുന്ന നരിക്കുഴി യൂണിറ്റ്, കാട്ടൂരിൻ്റെ നരിക്കുഴി യൂണിറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്നു ഞാൻ. അത് എതിരിട്ട് വന്നത് അത്രയും ദുഷ്കരമായിട്ടുള്ള പാർട്ടി പ്രവർത്തനമാണ് ഞങ്ങളുടെ. അത് ഇന്നും ഞാൻ എൻ്റെ അസുഖങ്ങൾക്കിടയിൽ ഒന്നും ഒരു തെളിമക്കാലം കിട്ടിക്കഴിഞ്ഞാൽ ഇന്നും രക്തം കൊടുക്കുന്ന ആളാണ്. അത് പഠിപ്പിച്ചത് DYFI ആണ്, SFI ആണ്. 17 വയസ്സിൽ ആദ്യമായിട്ട് ബ്ലഡ് കൊടുത്തതാണ് ഞാൻ. ഇന്നും പറഞ്ഞിട്ടുള്ള ജീവനോടെ ഒരു കിഡ്നി കൊടുക്കാൻ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്, കരളിൽ പാതി കൊടുക്കാനായിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതും പഠിപ്പിച്ചത് അതേ പ്രസ്ഥാനമാണ്. നേരെ തിരികെ ഇമാതിരി ആളുകളെ ഒരു പൊടിക്ക് കൂട്ടാക്കില്ല. ചില പേര് പറയുന്നില്ല, ചില നിങ്ങൾ ഈ പറഞ്ഞ പേരുകളൊക്കെ കൂട്ടി വായിച്ചോളൂ. അവർ മാത്രമല്ലല്ലോ എന്നുവെച്ചാൽ പൊളിറ്റിക്കൽ സെക്രട്ടറി തൊട്ട് കഴിഞ്ഞാൽ എത്ര ആൾക്കാർ അസഭ്യം പറയുന്നു. ഇവരുടെ പേരിൽ കൊടിയനെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇകഴ്ത്തുന്ന കുറ്റം പറയുന്ന എത്ര ആൾക്കാരുണ്ട്. എത്ര കർഷക തൊഴിലാളികൾക്ക് വേദനിക്കും, എത്ര അടിസ്ഥാന വർഗത്തിലെ തൊഴിലാളികൾക്ക് വേദനിക്കും. അത് ഇവർക്ക് ആർക്കെങ്കിലും വല്ല ചിന്തയുണ്ടോ? DYFI SFI എന്ന് പറഞ്ഞ സാധനം ഒരു തമാശ പ്രസ്ഥാനമൊന്നും അല്ലാതെ. അതിൽ നിങ്ങൾ ഈ 1-2 ആളുകളെ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇപ്പോൾ പോലീസുകാരെ പറയുന്ന പോലെ തന്നെ 1-2 ആളുകളെ മോശം പ്രവർത്തിയുടെ പേരിൽ പറയാനുണ്ടാവും. സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെയാണ് പാർട്ടിയും സംഘടനയും. അതിലുണ്ടാവും ആളുകൾ. പക്ഷേ മാർക്സിസ്റ്റ് എന്ന് പറഞ്ഞ സംഗതിക്ക് കളവോ കവർച്ചയോ മറ്റു സംഗതികളൊന്നും തൊട്ടുകൂടാ. അവിടെ എങ്ങനെയാണ് നേതാക്കളുടെ പേര് വരുന്നത്? എന്താണ് ആളുകൾക്ക് ഇവരെ എതിർക്കാനായിട്ടോ അല്ലെങ്കിൽ പുറത്താക്കാനായിട്ടും മടി? എവിടെയാണ് പാർട്ടി സെക്രട്ടറിമാർ ഇവർ സംശുദ്ധരായിട്ടുള്ള രാഷ്ട്രീയക്കാരാണെന്ന് പറയേണ്ടി വരുന്നത്? എന്ത് അപജയകാലത്താണ് നമ്മൾ ജീവിക്കേണ്ടി വരുന്നത്? ചോദ്യങ്ങളാണ് അടിസ്ഥാന വർഗം ഇവർക്ക് വേണ്ടി. ഉറപ്പായും ചോദ്യങ്ങളാണ് എന്ന് പറയുമ്പോൾ പോലും താങ്കൾ പറഞ്ഞതുപോലെ ആണ് സത്യം. ഇപ്പോൾ കയ്യിൽ 5 പൈസ എടുക്കാനില്ലാത്ത, വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലാത്ത, അങ്ങേയറ്റം ആത്മാർത്ഥമായി പണിയെടുക്കുന്ന നേതാക്കളെയും പ്രവർത്തകരൊക്കെ നമുക്ക് നേർക്കുന്നവർ അറിയുന്നവരാണല്ലോ. അവർക്കും ഉള്ളിൽ അമർഷവും രോഷവും ഒക്കെ ഉണ്ട്. മാത്രമല്ല അവർ കരുതുന്ന അവരുടെ ഉത്തരവാദിത്വം, അവരുടെ ജോലി ഇതിനുവേണ്ടി നിഷ്കാമ കർമ്മത്തിൽ പണിയെടുക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നുണ്ട്. അത് അവർ ചെയ്തു കൊടുക്കുകയും ചെയ്യും, മരിക്കും വരെ ചെയ്യും. 5 പൈസ ഉണ്ടാക്കത്തുമില്ല. നമ്മുടെ ബന്ധുക്കളടക്കമുള്ളത് നമുക്ക് നേർക്കുന്ന അറിവുള്ളവർ പലരും ഉണ്ടല്ലോ. ശ്രീ ജോഷി, ഞാൻ അങ്ങനെയൊക്കെ എത്താം. രാജു പി നായർ, ഇവിടെ എം കെ കണ്ണൻ സംസാരിച്ചു. അദ്ദേഹം പറയുകയാണ് ഇത് കോടികളുണ്ടെങ്കിൽ ഈ കോടികൾ ഏത് ബാങ്കിലാണ്? എനിക്കുള്ള അക്കൗണ്ടുകൾ 100 രൂപ മാത്രമുള്ള അക്കൗണ്ടുകളാണ്. ED വന്ന് നോക്കി, ED വന്ന് മൊത്തം അന്വേഷിച്ചു, ഈ പറഞ്ഞ ഒന്നും കണ്ടെത്തിയില്ല. ആ പ്രതിപ്പട്ടികയിൽ പോലും എൻ്റെ പേരില്ല. മൊയ്തീനും അത് തന്നെ പറയാനുണ്ടാവുക. ED വന്ന് അന്വേഷിച്ചതാണ്, ശരിയാണ്. ഹുങ്കാരം പോലെ ED വന്നു വലിച്ചു വാരിയിട്ട് അന്വേഷിച്ചു, റെയ്ഡും എന്തൊക്കെയോ നടത്തി. എന്തുണ്ടായി? മാത്രമല്ല കപ്പലണ്ടി കച്ചവടം നടത്തിയ ഒരാൾ കോടീശ്വരൻ ആയിക്കൂടാന്നില്ലല്ലോ രാജു പി നായർ.
ആഷ്മി, ആരെങ്കിലും ഒരു ദരിദ്ര ജീവിതാവസ്ഥയിൽ നിന്നുകൊണ്ട് അവർ പണമുണ്ടാക്കുകയോ അല്ലെങ്കിൽ മാന്യമായ ജീവിതം നയിക്കുകയോ ചെയ്യുന്നതിന് ആർക്കും എതിർപ്പൊന്നുമില്ല. ആരെങ്കിലും കച്ചവടം ചെയ്യുന്നതിനോ നേരായ രീതിയിൽ പണം സമ്പാദിക്കുന്നതിനെ സംബന്ധിച്ച് ആർക്കും എതിർപ്പില്ല. കാരണം നമ്മുടെ നാട് പുരോഗമിക്കുമ്പോൾ ഓരോരുത്തർക്കും പുതിയ അവസരങ്ങളാണ്. അപ്പോൾ കപ്പലണ്ടിക്കാരനാണെങ്കിലും ഓട്ടോറിക്ഷ ഡ്രൈവറാണെങ്കിലും ചെത്തുതൊഴിലാളിയാണെങ്കിലും എല്ലാം പുതിയ അവസരങ്ങൾ ഉപയോഗിച്ച് ജീവിതത്തിൽ ഉന്നതിയിലേക്ക് എത്താൻ സംശയമില്ല. അത് പക്ഷേ നിയമപരമായിരിക്കണം എന്നാണ്. ഇവിടെ പ്രശ്നം എന്താ? ഇവിടെ പ്രശ്നം ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ ചർച്ച പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് CPM ആണ്. എന്തുകൊണ്ടാണ് CPM ഈ ചർച്ചയ്ക്ക് വരാൻ മടിക്കുന്നത്? നിങ്ങൾ വിളിക്കാഞ്ഞിട്ടാണോ അതോ അവർ വരുന്നില്ല എന്ന് തീരുമാനിച്ചതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കുറച്ച് നാളുകളായിട്ട് ജനങ്ങളുടെ മുന്നിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉയരുമ്പോഴെല്ലാം ചോദ്യത്തിന് ഉത്തരം പറയേണ്ടിടത്തെല്ലാം CPM ഒളിച്ചോടുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഈ കരുവന്നൂർ ബാങ്കിലെ സംബന്ധിച്ചുള്ള ഇഷ്യൂവിൽ, അഴിമതി വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന പാർട്ടി ഈ നേരത്തെ ഇത് സംബന്ധിച്ച ചർച്ചകൾ ഉണ്ടായിരുന്നപ്പോഴും എല്ലാം അതിൽ നിന്ന് ഒളിച്ചോടുന്നതാണ് നമ്മൾ കണ്ടത്. ഈ കഴിഞ്ഞ ദിവസം മറ്റൊരു വിഷയത്തിലുണ്ടായിരുന്ന ചർച്ചയിലും ഇതുപോലെ തന്നെ CPM ഒളിച്ചോടാണ്. CPM എന്നൊരു പറയുന്ന പാർട്ടി ജനങ്ങളുടെ മുന്നിൽ യാതൊരു പ്രതിബദ്ധതയുമില്ലാത്ത ഒരു പാർട്ടിയായി മാറിയിരിക്കുന്നതിൻ്റെ അടയാളമാണത്. നോക്കൂ, ഇവിടെ ഇപ്പൊ സൂചിപ്പിക്കേണ്ടത്, ഞങ്ങൾ കരുവന്നൂർ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പിന്റെ അഴിമതിയുടെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണമൊക്കെ നടക്കുന്ന സമയത്തെല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് ഉന്നയിച്ച ആരോപണമുണ്ട്. ഇതിൽ അഴിമതി സംബന്ധിച്ച് CPM-ഉം BJP-യും തമ്മിൽ ഒത്തുതീർപ്പിലെത്തിയിരിക്കുന്നു. AC മൊയ്തീനിലേക്ക് അന്വേഷണം എത്തി. ആ അന്വേഷണത്തിൽ നമുക്കെല്ലാം പുറത്തു വന്ന വിവരം വെച്ചും AC മൊയ്തീൻ സ്ഥിരീകരിച്ചതും ഉൾപ്പെടെ വെച്ച് മച്ചാട് ബാങ്കിൽ 35 ലക്ഷത്തിന്റെ അദ്ദേഹത്തിന്റെ സ്ഥിര നിക്ഷേപം ഫ്രീസ് ചെയ്യപ്പെടുകയും മരവിപ്പിക്കപ്പെടുകയും ചെയ്തു. പക്ഷേ എന്നിട്ടും AC മൊയ്തീൻ ഈ കേസിൽ പ്രതിയാവുന്നില്ല, അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. മറ്റ് ഒരു ചോദ്യം ചെയ്യലിനപ്പുറം മറ്റൊന്നും നടക്കുന്നില്ല. MK കണ്ണൻ കുറച്ചുനാൾ ജയിലിൽ കടന്നിരുന്നു. പക്ഷെ അദ്ദേഹത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആസൂത്രിതമായിട്ട് ഇന്ന് ആ അന്വേഷണം, ആ ബാങ്കിൽ നടന്നിരിക്കുന്ന അഴിമതിയെയും തട്ടിപ്പിനെയും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ അന്വേഷണത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നേരത്തെ ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ച ഒത്തുതീർപ്പ്, ആ ഒത്തുതീർപ്പ് നടക്കുന്നത് ഇവിടെയൊക്കെയാണ്. ഇതിൻ്റെയൊക്കെ ഫലമാണ് രാഷ്ട്രീയമായിട്ട് തൃശ്ശൂർ ഉണ്ടായിട്ടുള്ളതും മറ്റ് കേരളത്തിലെ പല മണ്ഡലങ്ങളിലും ഇന്ന് BJP ആയിട്ടുണ്ടാകുന്നത്. കാരണം BJP CPM-നെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്നറിയോ? കഴിഞ്ഞ 10 വർഷം കൊണ്ട് CPM അഴിമതി ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തിരിക്കുന്നു. മേൽത്തട്ട് മുതൽ ഏറ്റവും താഴത്തെ ബ്രാഞ്ച് സെക്രട്ടറി. ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് എത്ര പതിറ്റാണ്ടുകളായി. ആ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ വഴികളിലെല്ലാം പണ്ട് ബ്രാഞ്ച് സെക്രട്ടറിമാരും ലോക്കൽ സെക്രട്ടറിമാരും എല്ലാം ഏറ്റവും പിന്നോക്കമായിട്ടുള്ള ജീവിതാവസ്ഥയിൽ അല്ലെങ്കിൽ സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള സഖാക്കന്മാരെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നെന്താ അവസ്ഥ? ഇന്ന് ബ്രാഞ്ച് സെക്രട്ടറിമാരും ലോക്കൽ സെക്രട്ടറിമാരും പോലും നടത്തുന്ന ഇടപാടുകളും കോംപ്രമൈസും അഡ്ജസ്റ്റുകളും കോടികളുടെയാണ് നമ്മൾ കാണുന്നത്, വാർത്തകൾ വരുന്നത്. ഇതിനോടൊന്നും നടപടിയെടുക്കാൻ ഉള്ള ധാർമ്മിക ശക്തി ഇല്ലാത്ത നിലയിൽ കേരളത്തിലെ CPM-ന്റെ പ്രസ്ഥാനം മുഴുവൻ മാറിയിരിക്കുന്നു. ഇന്ന് ആർക്കും ഇതിനകത്ത് കക്കാം. CPM-ന്റെ നേതാവായാൽ കക്കാം. ആ കള്ളത്തരത്തിന് പാർട്ടി പ്രൊട്ടക്ഷൻ കൊടുക്കും എന്നുള്ള സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കരുവന്നൂർ ബാങ്ക് മാത്രമല്ല, കേരളത്തിൽ നടക്കുന്ന മുഴുവൻ അഴിമതികളിലും ഇത്തരത്തിലുള്ള ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ കൊട്ടേഷൻ രാഷ്ട്രീയത്തിലുമെല്ലാം CPM-ന്റെ നേതാക്കന്മാർ നടത്തുന്ന അഴിമതിയും വെട്ടിപ്പും കൊള്ളയും ചോദ്യം ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അഴിമതിയും ക്രമക്കേടുകളുമെല്ലാം വ്യാപകമായിരിക്കുന്നു. അതാണ് ഇതിന്റെ പ്രശ്നം. കരുവന്നൂരിൽ നടന്നിരിക്കുന്ന കൊള്ള സംസ്ഥാന നേതൃത്വം അറിഞ്ഞുകൊണ്ട് നടന്ന കൊള്ളയാണ്. അതിനകത്ത് നമുക്കറിയാലോ പരാതി പോയത് എവിടെ? പരാതി സംസ്ഥാന നേതൃത്വത്തിന് ഉൾപ്പെടെ പരാതി പോയിരുന്നല്ലോ. അവിടെ സംസ്ഥാന നേതൃത്വത്തിന് പരാതി പോയതിനു ശേഷവും ഏകദേശം 2 വർഷക്കാലത്തോളം ഈ തട്ടിപ്പ് വീണ്ടും നടന്നു. ആ തട്ടിപ്പ് നടന്നതിന് ശേഷം എന്താണ് അവിടുത്തെ ഏറ്റവും പ്രധാന ആ തട്ടിപ്പ് പണം തിരിച്ചുപിടിക്കാൻ വേണ്ടി ചെയ്തത്? ഒന്നും ചെയ്തില്ല. അവിടുത്തെ തട്ടിപ്പ് പണം തിരിച്ചുപിടിക്കാൻ വേണ്ടി ഇപ്പോൾ ഉള്ള കണക്ക് നോക്കിയാലും കുറച്ച് നാളുകൾക്ക് മുമ്പ് നോക്കിയപ്പോൾ 4400 രൂപ തിരിച്ചുപിടിച്ചു എന്നായിരുന്നു കണ്ടത് സംസ്ഥാനത്തിന്റെ അന്വേഷണത്തിൽ. ആ സംസ്ഥാനത്തിന്റെ അന്വേഷണത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തെ ഒന്നിനെയും അതിനകത്ത് പ്രതിയാക്കിയില്ല. ED വന്നതിന് ശേഷം കുറച്ചുപേരെ പ്രതിയാക്കുകയും ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ ചെയ്യുകയും ചെയ്തു. പക്ഷേ അതിനപ്പുറം നീളാത്ത രീതിയിൽ തൃശ്ശൂർ തെരഞ്ഞെടുപ്പ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ വെച്ചുകൊണ്ട് രാഷ്ട്രീയമായ ഒത്തുതീർപ്പ് അവിടെ ഉണ്ടായി. ആ രീതിയിലേക്ക് പോവുകയാണ്. ഇന്ന് ഈ ക്രമക്കേട് മുഴുവൻ സഹകരണ മേഖലയുടെ മുഴുവൻ വിശ്വാസ്യതയും കളയുന്ന രീതിയിലേക്ക്
CPM-ന്റെ തദ്ദേശ സഹകരണ സ്ഥാപനങ്ങളിലെ തട്ടിപ്പ് പോയിരിക്കുന്നു. ഒറ്റപ്പെട്ട സംഭവങ്ങൾ കോൺഗ്രസിനുള്ള ശരി. ഞങ്ങൾ ശരി, രാജീവ്, ഒരിക്കലും നമുക്ക് നമുക്ക് ഒരു കോൺഗ്രസ് സഹകരണ മേഖലയിലേക്ക് പ്രസ്ഥാനത്തിന്റെ ഒന്നുകൂടി വിശദമായ അടുത്ത ഘട്ടത്തിലെത്താം. സഹകരണ സ്ഥാപനങ്ങളിലും ഞങ്ങൾ അല്ല, അത് ചർച്ച ചെയ്യാനുണ്ട്. മാത്രമല്ല കോൺഗ്രസിനോട് അതിൽ ചോദ്യങ്ങളുണ്ട്. ഞാൻ അങ്ങനെ കേൾക്കാം. ഡോക്ടർ ജയരാജ്, ഇവിടെ MK കണ്ണൻ എന്ന് പറയുന്ന കണ്ണേട്ടൻ, തൃശ്ശൂർ അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്നേഹത്തോട് പറയുന്നവരുടെ കണ്ണേട്ടൻ, കപ്പലണ്ടി വിറ്റ് നടന്ന ആൾ രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ട് കോടികൾ ഉണ്ടാക്കിയോ എന്നത് അവിടെ നിൽക്കട്ടെ. അതിന് തെളിവുണ്ടോ? അല്ലെങ്കിൽ കണ്ണൻ പറയുന്നതാണോ ശരി, മറ്റുള്ളവർ പറയുന്നതാണോ ശരി? അല്ലെങ്കിൽ AC മൊയ്തീൻ്റെ ഡീലുകൾ ഹൈ പവർ ആളുകളുമായുള്ള ഡീലുകളാണ് എന്നാണോ? അല്ലെങ്കിൽ ഈ പറയുന്ന നേതാക്കൾക്ക് സ്വന്തം കാര്യം ഉണ്ടാക്കാൻ അറിയാം, രാഷ്ട്രീയം കൊണ്ട് പണമുണ്ടാക്കുന്നവരാണ് എന്ന് പറയുന്ന സത്യാസത്യങ്ങൾ അവിടെ നിൽക്കട്ടെ. എന്ന് പറയുന്നത് രാജു പി നായരുടെ പാർട്ടിയല്ല, എന്ന് പറയുന്നത് TP ജയന്തൻ്റെ പാർട്ടിയല്ല, ജോഷി ആന്റണിയോ അല്ലെങ്കിൽ മറ്റാരുമോ അല്ല. പറയുന്നത് DYFയുടെ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറിയാണ്. ഡോക്ടർ ജയരാജ്, എന്തുകൊണ്ടാണ് അവരുടെ നേതാക്കളെ പറ്റി, അവരുടെ സാധാരണ പ്രവർത്തകർക്കും നേതാക്കൾക്കും പോലും വിശ്വാസം ഉണ്ടാവാതെ പോകുന്നത്? ചില പ്രത്യേക രാഷ്ട്രീയ കക്ഷികളുടെ കൂടെ നിന്നിട്ട് ഈ നേതാക്കന്മാരെ അടക്കം ചീത്ത വിളിച്ചുകൊണ്ട് നടന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനോട് ഈ സംഭാഷണം നടത്തിയത്. അത് കൃത്യമായി ചോർത്തിയെടുത്ത് കൊടുത്തു എന്നുള്ളതാണ് ഇവിടെ ഒരു വിഷയം. ഒരാളോട് വ്യക്തിവൈരാഗ്യം ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഗോസിപ്പുകളൊക്കെ സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട്. പാർട്ടി സമ്മേളനങ്ങളിൽ ചർച്ചയാവാറുണ്ട്. ആ ചർച്ചകൾക്ക് കൃത്യമായിട്ടുള്ള മറുപടികളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ നേരത്തെ രാജു പി നായർ പറഞ്ഞ കണക്കോലെ ധൈര്യമുണ്ടെങ്കിൽ രാജു പി നായർ ഏതെങ്കിലും ഒരു CPM നേതാവിൻ്റെ പേരിലോ മന്ത്രിയുടെ പേരിലോ ഈ ഗവൺമെൻറ്റിൻ്റെ പേരിലോ തെളിവോട് കൂടി ഒരു അഴിമതി ആരോപണം കൊണ്ടുവരട്ടെ. അന്ന് ഞാൻ ഈ പരിപാടി നിർത്താം. ഈ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള പരിപാടി ഞാൻ നിർത്താം. ഇടതുപക്ഷത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന അത് കോൺഗ്രസിൻ്റെ ഒരു നേതാവിന് പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ചുമ്മാ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ പോരാ, അതിന് തെളിവുകൾ കൊണ്ടുവരണം. ED കയറി ഇറങ്ങി അന്വേഷിച്ചില്ല AC മൊയ്തീൻ്റെ പേരിൽ? ഏതെല്ലാം ഏജൻസികൾ വന്നു, എന്തെല്ലാമായിരുന്നു അത്? ED എന്ന് പറയുന്നത് BJP-ക്കാർ കൈകാര്യം ചെയ്യുന്ന ഒരു ഏജൻസി അല്ലേ? ED ഡയറക്റ്റായിട്ട് അവരെ ഇൻവോൾവ് ചെയ്യിക്കുന്നത് ആരാണ്? എന്നിട്ട് കണ്ടെത്തിയോ? എന്ത് കണ്ടെത്തി? ഒന്നും കണ്ടെത്തിയില്ല. അതുപോലെയാണ് MK കണ്ണൻ ഇടയ്ക്കൊരു ഷോർട്ട് സ്റ്റിൻറ്റിൽ UDF-ൻ്റെ ഭാഗമായിരുന്നു. അദ്ദേഹം CMP-യിലേക്ക് മാറിപ്പോയി എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം പിന്നീട് വീണ്ടും പാർട്ടിയിൽ വന്ന ഒരാളാണ്. എന്തായാലും ഇടതുപക്ഷ രാഷ്ട്രീയമായിട്ട് ചേർന്ന് വന്നതിന് ശേഷം വലതുപക്ഷത്തിൻ്റെ സമയത്ത് അദ്ദേഹത്തിന് എന്തെങ്കിലും അപജയം ഉണ്ടായോ എന്ന് എനിക്കറിയില്ല. ഇടതുപക്ഷത്തിൽ വന്നതിന് ശേഷം 5 പൈസയുടെ അഴിമതി അദ്ദേഹം ചെയ്തിട്ടില്ല എന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ടാണ് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞത് എൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ എടുത്ത് പരിശോധിക്കൂ. AC മൊയ്തീൻ ഇത് തന്നെയാണ് പറയുന്നത്. ഇത് 3 വർഷത്തിന് മുമ്പ് നടന്ന 2 സുഹൃത്തുക്കൾ തമ്മിൽ നടന്ന ഒരു സംഭാഷണം എടുത്തിട്ട് CPM-കാരല്ല അഴിമതിക്കാരാണ്, ബ്രാഞ്ച് സെക്രട്ടറിമാരും ലോക്കൽ സെക്രട്ടറിമാരും എല്ലാം കൊള്ളക്കാരാണെന്നൊക്കെ പറയുന്നത് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആണ്. അദ്ദേഹം നോക്കുന്നത് കോൺഗ്രസിൻ്റെ കണ്ണാടിയിലാണ്, CPM-ന്റെ കണ്ണാടി നോക്കിയല്ല അദ്ദേഹത്തിന് താല്പര്യം. അദ്ദേഹം നോക്കുന്നത് സ്വന്തം കണ്ണാടി നോക്കിക്കൊണ്ടാണ് ഈ കുറ്റങ്ങളെല്ലാം. രാജു പി നായർ പറയുന്നത് ഉറപ്പായും കോൺഗ്രസിന്റെ കണ്ണാടി തന്നെയാണ്. അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹം പറയുന്നത് പൊളിറ്റിക്കൽ മാർജിൻ ഓഫ് കോഴ്സ് ഉണ്ട്. ഉറപ്പായും അദ്ദേഹം പറയുന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയം തന്നെയാണ്. അദ്ദേഹം CPM അനുകൂലമായി പറയില്ല, CPM വിരുദ്ധമായി പറയുകയുള്ളൂ. എന്തെങ്കിലും ചെറുതുണ്ടെങ്കിൽ അതിനെ മാക്സിമൈസ് ചെയ്ത് പറയും. അതവരുടെ രാഷ്ട്രീയം. അത് CPM. എൻ്റെ ചോദ്യം അതായിരുന്നില്ല. എൻ്റെ ചോദ്യം നിങ്ങളുടെ പാർട്ടിയിലുള്ളവർക്ക് തന്നെ, നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കൾക്ക് തന്നെ, സാധാരണ പ്രവർത്തകർക്ക് തന്നെ എന്തുകൊണ്ടാണ് കണ്ണനെയും മൊയ്തീനെയും വിശ്വാസം വരാത്തത്? എന്തുകൊണ്ടാണ് ഡേവിസിനെയും ഈ പറയുന്ന മറ്റു പേരുകാരെയും വിശ്വാസമില്ലാത്തത്? അവർ ഈ രാഷ്ട്രീയം വെച്ച് കോടാനുകോടി ഉണ്ടാക്കി എന്ന് അവർ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? ശ്രീ ജയരാജ്, DYFയുടെ സമ്മേളനങ്ങളിൽ വളരെ കൊച്ചു പ്രായം തൊട്ട്, അതായത് 15 വയസ്സ് മുതൽ DYFയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരാളാണ്. ഒരു സമ്മേളനത്തിൽ DYFക്കാരെ ഏതെല്ലാം രീതിയിലാണ് ചർച്ച ചെയ്യുന്നതെന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് എനിക്കറിയാം. അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഗോസിപ്പുകൾ, ഒരു നേതാവിനെ ഒരാൾക്ക് വ്യക്തിപരമായിട്ട് ഇഷ്ടമല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തി താല്പര്യത്തിൻ്റെ പേരിൽ ഇതും അല്ല ഇതിൻ്റെ അപ്പുറത്ത് ആരോപണോ. ഉദാഹരണത്തിന് ഞാൻ താമസിക്കുന്ന കൊല്ലം ജില്ലയിലാണ്. എൻ്റെ അവിടുത്തെ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ഫ്ലീറ്റ് ഓഫ് ബസ്സുകളുണ്ട്, ബോട്ടുകളുണ്ട്, യന്ത്രവൽകൃത ബോട്ടുകളുണ്ടെന്നൊക്കെ ആയിരുന്നു. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന് ബാക്കി പത്രമായിട്ട് ഉണ്ടായിരുന്നത് എന്താണെന്ന് അറിയാമോ? ബാങ്കിൽ കുറേ കടം, അല്ലാതെ ഒന്നുമില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും അനാഥരായി. പിന്നെ പാർട്ടിക്കാർ പൈസ കൊടുത്തിട്ടാണ് അവരൊക്കെ ജീവിച്ചതും ഈ പല കേസുകൾക്കും വേണ്ടിയും ഇത് വെച്ചത്. അങ്ങനെ ഈ ആളുകളിങ്ങനെ പറഞ്ഞു വരുത്തും. എപ്പോഴും ഈ സോഷ്യൽ ഓഡിറ്റിങ്ങിൻ്റെ ഭാഗമാണല്ലോ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം, പ്രത്യേകിച്ച് ഇടതുപക്ഷ നേതാക്കന്മാർ. അയാൾക്ക് അതിനകത്തുനിന്ന് ഡീലിനകത്ത് പൈസ കിട്ടി, ഇതിനകത്തുനിന്ന് ഡീലിനകത്ത് പൈസ കിട്ടി. അവരുടെ ഓരോരുത്തരുടെ അനുഭവങ്ങൾ, ഓരോരുത്തരുടെ വീടുകൾ നമ്മൾ സന്ദർശിക്കുമ്പോൾ അവരുടെ ദൈനംദിന കാര്യങ്ങളും മനസ്സിലാക്കുമ്പോൾ മാത്രമായിരുന്നു എത്ര ക്ലീനായിട്ട് ജീവിക്കുന്ന ആളുകളെക്കുറിച്ചാണ്. പലപ്പോഴും
ഇവരൊക്കെ മരിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ ഇവരെക്കുറിച്ച് മനസ്സിലാക്കുന്നതും ഇവരെത്ര നിസ്വാർത്ഥമായ ജീവിതമാണ് നയിച്ചിരുന്നതെന്ന് ബോധ്യപ്പെടുന്നു. അതിനുമുമ്പ് ഇവർ ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു വരുത്തുന്നത് വേറെന്നാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ഏതെങ്കിലും ഗ്രൂപ്പിന്റെ ഭാഗമാണോ എന്ന് എനിക്കറിയില്ല. മാത്രമല്ല ഒരു സാത്വികനാണ്, സാധാരണക്കാരനാണ്. ആ സംസാരം കേട്ടാൽ അറിയാം. ഇപ്പൊ നമ്മൾ സാധാരണയായി ഇരുന്ന് എന്താണ് വിശ്വാസമുള്ളവർ തമ്മിൽ സംസാരിക്കുന്ന സാധാരണ സംസാരമാണ്. ആ സാധാരണ സംസാരത്തിൽ വന്നത് റെക്കോർഡ് ചെയ്ത് പുറത്തേക്ക് വിട്ടത് താങ്കൾ ഈ പറഞ്ഞ വൈശാഖൻ അതിന്റെ ഈ വിഭാഗീയത കോക്കസിന്റെ ഒക്കെ ഭാഗമാണെന്ന് പറയാം. പക്ഷേ പറഞ്ഞത് അയാൾ തന്നെയാണ്. പറഞ്ഞത് ഈ പറയുന്ന ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി തന്നെയാണ്. പറഞ്ഞത് ഏതൊരു കോൺഗ്രസ് നേതാക്കളെ പറ്റി, പി കെ ഫിറോസിനെ പറ്റിയല്ല, CPM തൃശ്ശൂരെ നേതാക്കളെ പറ്റിയാണ്, മൊയ്തീനെ പറ്റിയും കണ്ണനെ പറ്റിയുമാണ്, ഉണ്ടാക്കിയ കോടാനുകോടികളെ പറ്റിയാണ്. ഈ പറയുന്നതിനൊന്നും വാസ്തവമില്ലെന്ന് എനിക്കും അറിയാം, ഹാഷ്മിക്കും അറിയാം, ഇവിടെ ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഈ പറയുന്നതല്ലാതെ കാര്യം AC മൊയ്തീൻ ഒരു പൈസ അഴിമതി നടത്തിയിട്ടില്ലെന്നും MK കണ്ണൻ ഒരു പൈസ അഴിമതി നടത്തിയിട്ടില്ലെന്നും ഇതുണ്ടായിരുന്നെങ്കിൽ ഇവരെന്നെ ഇത് നിയമസഭയിലൊക്കെ കൊണ്ടുവന്ന് എന്തെല്ലാം വിഷയങ്ങൾ ഉണ്ടാക്കിയേനെ. ഇങ്ങനെ ഒരു അറിവ് അവർക്കുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ സംരക്ഷിച്ച് കിടക്കാൻ ഓടുന്ന സമയത്ത് ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊണ്ടുവന്ന് അവർ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇട്ട് അലക്കത്തില്ലായിരുന്നോ? അവരാരും ഒന്നും മിണ്ടിയിട്ടില്ലല്ലോ. പിന്നെ ഇത് 3 വർഷം മുമ്പ് നടന്ന, ഇപ്പം നടക്കുന്നത് അങ്ങനെയാണല്ലോ, 3 വർഷം മുമ്പ് നടന്ന ഒരു വീഡിയോ റെക്കോർഡിംഗ്, 3 വർഷം മുമ്പ് നടന്ന അല്ലെങ്കിൽ 5 വർഷം മുമ്പ് നടന്ന ഒരു സംഭാഷണ ശകലം, ഇതൊക്കെ എടുത്ത് എത്രയിട്ട് വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ഇവരാരും വെളുക്കാനൊന്നും പോകുന്നില്ല. കറുത്തവർ കറുത്ത് തന്നെ ഇരിക്കും. അതിനി സത്യത്തിൻ്റെ മുഖം എങ്ങനെ ഏത് സ്വർണ്ണ കണ്ണാടി കൊണ്ട് മറച്ചാലും സത്യം തെളിഞ്ഞു തന്നെ വരും എന്നുള്ളതാണ് വാസ്തവം. അതോടൊപ്പം തന്നെ നേതാക്കളോട് എനിക്കുള്ള ദേഷ്യം, എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം എന്താണെന്ന് അറിയാമോ? ഈ CPM നേതാക്കളോടാണ്. നേതാക്കന്മാരെ DYFI നേതാക്കന്മാരെയൊക്കെ എടുക്കുമ്പോൾ ജില്ലാ സെക്രട്ടറിയൊക്കെ ആവുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പക്വതയും കാര്യങ്ങൾ അറിയാവുന്ന ആളുകൾ, ഇതുപോലെ ഗോസിപ്പിംഗ് ടീമുകളൊക്കെ മുമ്പ് എങ്കിലും ഗോസിപ്പ് ചെയ്തുകൊണ്ട് നടന്ന ആളുകളെയൊന്നും കൃത്യമായിട്ട് അതിന് അവലോകനം ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഒരു ലീഡർ ഇല്ലാതാകുമ്പോൾ പെട്ടെന്ന് എടുത്തു വെക്കുന്നവരാണ് ഈ പ്രശ്നങ്ങൾ ഇത്ര അറിയില്ല. നമ്മളും ഈ പ്രവർത്തന മേഖലക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ സമ്മേളനങ്ങളിൽ അതിനെ ഗൗരവത്തോടെ കണ്ടിരുന്നവരാണ്. താങ്കൾ ഈ പറയുന്ന ഗോസിപ്പിങ്ങോ ഒന്നും അല്ലെങ്കിൽ ആ സമ്മേളന ചർച്ചകൾ ഉണ്ടായത് എനിക്കറിവില്ല കേട്ടോ. ഞാൻ കുറച്ച് മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ നിബിൻ ശ്രീനിവാസൻ ഇവിടെ ആദ്യം ശരത്തുമായി സംസാരിക്കുമ്പോൾ ശരത്ത് പറഞ്ഞത് ഇത് ശരത്തിൻ്റെ ശബ്ദം തന്നെയാണ്, 5 വർഷം മുമ്പുള്ള ശബ്ദം, 5 വർഷം മുമ്പ് സംസാരിച്ചതാണ്, ഇതെങ്ങനോ അത് പുറത്തുപോയി എന്നാണ് പറഞ്ഞത്. KV അബ്ദുൽ ഖാദർ CPM ജില്ലാ സെക്രട്ടറിയും പറഞ്ഞത് ശബ്ദമല്ല എന്ന് പറഞ്ഞില്ല. ഏറ്റവും ഒടുവിൽ ശരത് പ്രസാദിൻ്റെ ഫേസ്ബുക്കിൽ പറയുന്ന അതിൻ്റെ ശബ്ദത്തിൻ്റെ ആധികാരികതയിൽ പ്രശ്നമുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ താങ്കളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞ കാര്യമായിരുന്നു അത് എന്നാണ് താങ്കൾ നേരത്തെ പറഞ്ഞു കേട്ടത്. ഒരിക്കൽ കൂടി സ്ഥിരീകരിക്കുന്നുണ്ട്, ഈ ശബ്ദം ശരത്ത് സംസാരിച്ചത് തന്നെയാണോ, അതെങ്ങനെ പുറത്തു വന്നു എന്നാണ് താങ്കളുടെ ധാരണ? ശ്രീ നിബിൻ ശ്രീനിവാസൻ. രാവിലെ ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഈ മാധ്യമങ്ങളിലൂടെയാണ് ഞാനത് അറിഞ്ഞത്. സംസാരിച്ചത് ശരത്ത് തന്നെയാണ്. അത് ശരത്തും സമ്മതിച്ചുല്ലോ. ഏറ്റവും ആദ്യം ശരത്ത് സമ്മതിച്ചുല്ലോ. പിന്നീട് ഇപ്പോൾ ഞാൻ 1 മണിക്കൂർ മുമ്പ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ ശരത്ത് തള്ളി പറഞ്ഞു എന്ന് പറയണേ. അപ്പോൾ ശരത്ത് തന്നെയാണ് സംസാരിച്ചത്, എന്നോടാണ് സംസാരിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, എന്നോടാണ് സംസാരിച്ചത്. സംസാരിച്ച വ്യക്തി ഇപ്പുറത്ത് ഉള്ള കേൾവിക്കാരൻ, ശ്രോതാവ് ഞാനായിരുന്നു. എന്നോടാണ് അത് പറഞ്ഞിട്ടുള്ളത്. അത് ആധികാരികത പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ ഇനി പരിശോധിക്കാമല്ലോ, അതിനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ, പരിശോധിക്കട്ടെ. അപ്പോൾ ആദ്യം സമ്മതിക്കുകയും പിന്നീട് അത് മാറ്റി പറയുകയും ചെയ്യാണ്. പാർട്ടി ജില്ലാ സെക്രട്ടറി തന്നെ പറഞ്ഞല്ലോ ഇത് 5 വർഷം മുമ്പുള്ളതാണെന്ന്. അപ്പോൾ അത് പരിശോധിക്കട്ടെ. നിബിൻ, താങ്കൾ ഇപ്പോൾ പാർട്ടിക്ക് പുറത്താണ്. ഇന്നലെ താങ്കളുടെ വാർത്താ സമ്മേളനം, താങ്കൾ പറയുന്നത് ഈ കരുവന്നൂർ മാത്രമല്ല, മറ്റ് സഹകരണ ബാങ്കുകളെ പറ്റിയും 7ഓളം സഹകരണ ബാങ്കുകളിലെ ഒരു ഏരിയ കമ്മിറ്റി കീഴിൽ വരുന്ന 7ഓളം സഹകരണ ബാങ്കുകളിലെ കുടി അഴിമതിയെ പറ്റിയൊക്കെ താങ്കൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നു. പാർട്ടിക്കകത്ത് പറഞ്ഞു, പാർട്ടിയുടെ പല ഫോറങ്ങളിൽ താങ്കൾ പരാതിയെ കൊടുത്തു, ആ പരാതിക്കൊന്നും പരിഹാരം ഉണ്ടായില്ല. മറിച്ച് താങ്കൾക്ക് പാർട്ടിയിൽ നിന്ന് പടിയിറങ്ങേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. താങ്കളുടെ അഴിമതിയെപ്പറ്റിയുള്ള താങ്കളുടെ പരാതി എന്താണ്? അത് പരാതി പറഞ്ഞപ്പോൾ എന്തായിരുന്നു ആ ഫോറങ്ങളുടെ പ്രതികരണം? ശ്രീ നിബിൻ ശ്രീനിവാസൻ. സഹകരണ സംഘവുമായിട്ട് ഞാൻ ഉയർത്തിയ വിഷയം, ശരത്തിൻ്റെ വോയിസും ഞാൻ ഉയർത്തിയ വിഷയം രണ്ടും രണ്ടാണ്. ഞാൻ പറഞ്ഞ വിഷയം ഈ നടത്തറ ഗ്രാമപഞ്ചായത്തിനകത്തെ 7ഓളം വരുന്ന സഹകരണ സംഘങ്ങളുടെ അഴിമതിയെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. എന്നാൽ ആ 7ഓളം വരുന്ന സഹകരണ സ്ഥാപനങ്ങളെക്കുറിച്ച് ഞാൻ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ മീഡിയയ്ക്ക് മുമ്പിൽ വന്നിട്ട് പരസ്യപ്രസ്താവന നടത്തിയതല്ല. മറിച്ച് നിരന്തരമായിട്ട് ഈ സഹകരണ സ്ഥാപനങ്ങളുടെ വിഷയങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ്.
അവിടെ നിരവധിയായിട്ടുള്ള ഇപ്പോൾ പാർട്ടി ലീഡർഷിപ്പ് പറഞ്ഞാൽ അങ്ങനെ ഒരു വിഷയമേ ഇല്ല. നടത്തറയ്ക്കകത്ത് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. നിങ്ങൾ നടത്തറയ്ക്ക് വരണം. നിങ്ങൾ നടത്തറയ്ക്ക് വന്ന് ഇവിടുത്തെ ജനങ്ങളുടെ ഈ 7ഓളം വരുന്ന സഹകരണ സ്ഥാപനങ്ങളിലെ സഹകാരികളായിട്ടുള്ള മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരോട് ചോദിച്ചു നോക്കണം എങ്ങനെയാണ് ഇവിടുത്തെ സഹകരണ സംഘം. ഒരു സഹകരണ സംഘം ഇപ്പോൾ ഇന്നും തുറന്നിട്ടില്ല, റബ്ബർ ടാപ്പിംഗ് സഹകരണ സംഘം. അപ്പോൾ സഹകരണ സംഘങ്ങളിൽ അഴിമതി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ് അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിന് യാതൊരു പ്രശ്നങ്ങളില്ല. ഒരു സാമാന്യം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സഹകരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ലഭിക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ടെങ്കിലും വായിച്ചു നോക്കാൻ നമ്മുടെ പാർട്ടിയുടെ ലീഡർഷിപ്പ്, പാർട്ടി നേതൃത്വം തയ്യാറാകണം എന്നുള്ളതാണ്. നിബിൻ, ഞാൻ മനസ്സിലാക്കാൻ താങ്കളുടെ പക്കൽ ഇതിൻ്റെ അഴിമതി തെളിയിക്കാൻ ആവശ്യമായ രേഖകൾ, ഭൂമി എന്തൊക്കെയോ ബന്ധപ്പെട്ട എന്തൊക്കെയോ പേപ്പറൊക്കെ താങ്കളുടെ കയ്യിലുണ്ട്, അതടക്കം പരാതി കൊടുത്തു എന്നുള്ളതാണ്. എന്തായാലും അത് പുറത്തേക്ക് വരുന്നെങ്കിൽ വരട്ടെ. താങ്കൾക്ക് അത് വാർത്തയെ പുറത്തേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ വിടൂ. ഇവിടെ താങ്കൾ എന്തു പറഞ്ഞാലും സ്വാഭാവികമായും CPM-നെതിരെ വിമർശനം ഉണ്ടാകുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന പ്രതികരണം വലതുപക്ഷത്തിൻ്റെ കോടാലിക്കൈകൾ ആണെന്നുള്ളതാണ്. താങ്കൾക്കെതിരെയും പുറത്താക്കപ്പെട്ട അല്ലെങ്കിൽ പുറത്തേക്ക് പോയ മറ്റൊരാൾക്കെതിരെയും സമാന ആരോപണം ഉണ്ടാവുന്നുണ്ട്. കൂടുതൽ ആരോപണങ്ങൾ ഉണ്ടാവും. മറ്റു പാർട്ടിയുടെ അച്ചാരം വാങ്ങിയാണെന്ന ആരോപണം ഉണ്ടാകും. ഏതെങ്കിലും വേറെ പാർട്ടിയിലേക്ക് പോകാൻ നിബിൻ ആലോചനയുണ്ടോ? അല്ല, സ്വാഭാവികമായിട്ട് ഞാനിത് പ്രതീക്ഷിച്ചു. ഈ കോടാലിക്കൈ അല്ലെങ്കിൽ താത്വികമായിട്ടുള്ള അവലോകനം, ഇതൊക്കെ സാധാരണ സന്ദേശം സിനിമയിലൊക്കെ സൂചിപ്പിക്കുന്ന പോലെ നമ്മളെല്ലാവരും കാണുന്നതാണ്. കമ്മ്യൂണിസ്റ്റുകാർ ഒരു പൊതുപ്രയോഗം. ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ഇന്നലെ വരെ. ഇന്നിപ്പോൾ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് CPM ആണ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് കോടാലിക്കൈ ആകുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് കോടാലിക്കൈ ആണെന്ന് പറയുന്നു. അങ്ങനെ പറയുന്നത് വലതുപക്ഷത്തിൻ്റെ കോടാലിക്കൈ. എന്താണ് നിബിനെതിരെ ഉയർത്തപ്പെടുന്ന ആരോപണം? നിബിനെതിരെ ഉയർത്തപ്പെടുന്ന ആരോപണം വലതുപക്ഷത്തിൻ്റെ കോടാലിക്കൈ എന്നുള്ളതാണ്. അതാണ് ആരോപണം. കഴിഞ്ഞു. ഞാൻ ഉയർത്തിയ വിഷയം കേരളത്തിലെ തന്നെ, ഇപ്പോൾ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങൾക്കകത്ത്, കേരളത്തിനകത്തെ മഹാഭൂരിപക്ഷം ജനങ്ങൾ പറയുന്ന വിഷയമായിട്ട് മാറി. ഒരു പ്രദേശത്തിനകത്ത്, ഒരു പഞ്ചായത്തിനകത്തെ ഏറ്റവും പ്രാദേശികമായ ലീഡർഷിപ്പ് ഇടപെട്ട് തീർക്കപ്പെടേണ്ട ഒരു വിഷയം, ഒരു സഹകരണ സംഘത്തിലെ തട്ടിപ്പ്. ആ തട്ടിപ്പിനെ ഇപ്പോൾ ഈ സംസ്ഥാനത്തെ മുഴുവൻ ആളുകളും അറിയപ്പെടുന്ന രീതിയിലേക്ക് എത്തിച്ചതാരാ? ഇവിടുത്തെ ലീഡർഷിപ്പാണ്, CPM-ൻ്റെ ലീഡർഷിപ്പാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിനെ അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിയില്ല. ഓക്കെ, അഴിമതിക്കെതിരായ പോരാട്ടമാണ്, അതിന് പിന്നിൽ ഏതെങ്കിലും നിശ്ചിത താല്പര്യം ഇല്ല എന്നാണ് നിബിൻ പറയുന്നത്. നിബിൻ്റെ പക്കൽ ഈ പറയുന്ന രീതിയിലുള്ള അഴിമതികൾ, നിബിൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തെളിയിക്കാൻ ആവശ്യമായ പേപ്പറുകൾ നിബിൻ്റെ പക്കലുണ്ട്. പക്ഷേ TP ജയേന്ദ്രൻ ഇവിടെ രാജു P. നായർ പറയുകയാണ് ED-യെ പറ്റി, ഡോക്ടർ ജയരാജും പറയുന്നുണ്ട് ED അന്വേഷണത്തെ പറ്റി, KV അബ്ദുൽ ഖാദർ പറഞ്ഞോ എന്നറിയില്ല, MK കണ്ണൻ അത് പറയുന്നുണ്ട്, AC മൊയ്തീൻ നേരത്തെ പറയുന്നു ED-യെ പറ്റി. ED പോട്ടെ, ഇപ്പോൾ ED-യുടെ അന്വേഷണം സീരിയസ് ആയി ED പോലും കാണുന്നുണ്ടോ എന്നറിയില്ല. പക്ഷേ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇവിടെ വന്നതാണ് ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഈ പറയുന്ന കരുവന്നൂറുകാർക്ക് അല്ലെങ്കിൽ ഈ തട്ടിപ്പിനിരയായവർക്ക് ഉറപ്പ് കൊടുത്തതാണ്. അന്വേഷണമൊക്കെ ഏതോ വഴിക്ക് പോയി കേട്ടോ TP ജയേന്ദ്രൻ. അതുകൊണ്ട് ഈ ഇപ്പോൾ പുറത്തു വരുന്ന ശബ്ദരേഖയിൽ പറഞ്ഞു കേൾക്കുന്ന പേരുകളിൽ ഒരു പരിധിയിൽ കൂടുതൽ ധാർമ്മിക രോഷം കൊള്ളാനുള്ള അവകാശം BJPക്ക് ഉണ്ടോ TP ജയേന്ദ്രൻ? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രാജു P. നായരും ഇത്തരത്തിൽ കൊള്ളയ്ക്കും സഹകരണ സ്ഥാപനങ്ങളുടെ തട്ടിപ്പിനും കൂട്ടുനിൽക്കുന്നവർ ED-യുടെ പേരിൽ ആരോപണം ഉന്നയിക്കുന്നത്? ഇവർക്ക് പ്രാഥമികമായ എന്തെങ്കിലും വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ അഷ്മി സംസാരിക്കുന്നത്? നോക്കൂ, കരുവണ്ണൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് 2 ഘട്ടങ്ങളിലായിട്ട് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. അതിൽ 117.78 കോടി രൂപയുടെ സ്വത്ത് കണ്ടെത്തിയിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും പാർട്ടി പ്രതിയാണ്. ഇന്ത്യ രാജ്യത്ത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഒരു പാർട്ടി പ്രതിയായി കേസുണ്ടാക്കുന്നത്. MM വർഗീസ് പ്രതിപ്പട്ടികയിലുണ്ട്. AC മൊയ്തീൻ പ്രതിയാണ്. K. രാധാകൃഷ്ണൻ മുൻ MP പ്രതിയാണ്. PK ബിജു പ്രതിയാണ്. ഇവരെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്നിട്ട് ഈ പച്ചക്കള്ളം വിളിച്ചു പറയുന്നത്? ഇവർക്കും ചില ബാങ്കുകൾ തട്ടിപ്പിൽ പങ്കുണ്ട് എന്നതുകൊണ്ടാണോ? നോക്കൂ, ഞാൻ കൃത്യമായി ഡേറ്റ് പറയാം. 10 ലക്ഷം രൂപയുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭൂമി ഇതിൽ കണ്ടുകെട്ടപ്പെട്ടിരിക്കുന്നു. 8 അക്കൗണ്ടിലായിട്ട് 63.62 ലക്ഷം രൂപ ED തടഞ്ഞു വെച്ചിരിക്കുന്നു. 2 ഘട്ടങ്ങളിലായിട്ട് 2023 നവംബർ മാസത്തിൽ 55 പ്രതികൾ ചേർത്തുകൊണ്ട് ED കുറ്റപത്രം PMLA കോടതി സമർപ്പിച്ചിരിക്കുന്നു. 2025 മെയ് 26-ന് 28 പ്രതികളെ കൂടി മൊത്തം 83 പ്രതികളെ ചേർത്തുകൊണ്ട് ED 2 ഘട്ടങ്ങളിലായിട്ട് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. ഇപ്പോഴും അതിൻ്റെ അന്തിമഘട്ടത്തിലല്ല, പുതിയ വെളിപ്പെടുത്തൽ മുന്നോട്ട് പോകും. പക്ഷേ ഇവിടെ ചില കാര്യങ്ങൾ ഇത് ഞാൻ പറയാതെ പോകുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് സമയം അനുവദിക്കില്ല എന്നതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇക്കാര്യം പറഞ്ഞത്. നോക്കൂ, കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയും കേരളത്തിലെ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട കോൺഗ്രസും കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളോട് പുറത്തുനിന്ന സമീപനം എന്താണ്? പൊതുസമൂഹത്തിൻ്റെ ഇത്തിൽ കണ്ണികളാണോ ഇവർ? കുളയട്ടെ പോലെ സമൂഹത്തിൻ്റെ പണം ഊറ്റി വലിച്ചെടുത്ത് തടിച്ചു കൊടുക്കുന്നവരാണോ? AR നഗർ ബാങ്ക്
പുൽപ്പള്ളി ബാങ്ക്, എത്ര എത്ര തട്ടിപ്പുകൾ ഇവർ പരസ്പരം പ്രതികളാണ്, പരസ്പരം ഒത്തു കളിക്കുന്നുണ്ട്. നോക്കൂ, സുരേഷ് ഗോപിയുടെ വിജയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു കേരളം ഇന്നേ വരെ. അത് പൂരം കലക്കിയിട്ടാണോ മറ്റെന്തോ ആണോ എന്ന് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ? തൃശ്ശൂരിൽ സേവ് കരുവണ്ണൂർ ബാങ്ക് യാത്ര നടത്തിയ സുരേഷ് ഗോപി ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു, ഈ സഹകരണ ബാങ്ക് പൊളിക്കൽ ഇടപാടിൻ്റെ അച്ചുതണ്ടാണ് ആര്, AC മൊയ്തീനും കണ്ണനും. ഇന്ന് ഞാൻ കേട്ടു ഒരു കോൺഗ്രസ് നേതാവിൻ്റെ പ്രസംഗം. എന്താ പറയുന്നത്? മത്സ്യം പൊതിയാൻ തേക്കിൻ്റെ ഇല കുട്ടിക്കാലത്ത് പെറുക്കിക്കൊടുത്ത് ജീവിച്ചിരുന്ന ഒരാൾക്ക് എങ്ങനെ കോടിപതിയായി? അത് തന്നെയാണ് ഇന്നൊരു സഖാവ് ചോദിക്കുന്നത്, ഒരു മുൻ സഖാവ് ചോദിക്കുന്നത്. അതിനിവിടെ വന്ന് ഒരു നേതാവ് പറയുന്നത് എന്താണ്? രണ്ട് നേതാക്കന്മാർ തമ്മിൽ തമാശ പറഞ്ഞു. അല്ല ജയരാജെ, DYFIയുടെ ജില്ലാ സെക്രട്ടറിയും നമ്മൾ മനസ്സിലാക്കിയത് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത് എന്തോ സമൂഹത്തോട് വലിയ പ്രതിബദ്ധതയുള്ള മാനവികതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇയാളും അതേ പാർട്ടിയുടെ ഈ നമ്മുടെ ചർച്ചയിൽ തന്നെയുണ്ട്. DYFIയുടെ തന്നെ ഒരു ജില്ലാ കമ്മിറ്റി അംഗവും തമ്മിൽ പറയുന്നത് തമാശയാണോ ഇതൊക്കെ? സ്വന്തം നേതാവിൻ്റെ സാമ്പത്തിക ക്രമക്കേടാണോ തമാശ പറയുന്നത്? അല്ല ഇരിക്കട്ടെ നിങ്ങൾ അവസരം വരുമ്പോൾ പറ, ജയരാജന് അസ്വസ്ഥാവണ്ട. ഇനി AC മൊയ്തീനും നിങ്ങളൊക്കെ പറഞ്ഞത് സത്യമാണെങ്കിൽ ജയരാജെ, എന്താ കേരളത്തിലെ എല്ലാ ചാനൽ ചർച്ചയ്ക്കും ആളെ അയക്കുന്ന CPM? ഞാൻ നോക്കി, ഇന്ന് ഒരു ചാനലിലും CPM അവരുടെ കൈകൾ ഇത്ര ശുദ്ധമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അവരൊരു ചാനൽ ഒരു പ്രതി അയക്കുന്നില്ല? ഒരു കാര്യം സത്യമാണ് ഹാഷ്മി, ഇന്നലെ വരെ ഇതൊക്കെ BJPയുടെ കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയമായുള്ള ആരോപണം എന്ന് പറഞ്ഞു. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ആരുടെ വാക്കുകളാണ്? സ്വന്തം പാർട്ടിയുടെ കൂടെ നടന്ന് രാപ്പനി അറിയാവുന്ന അന്തി ഉറങ്ങിയ ഒരാളുകൾ അവർ തമ്മിൽ നടത്തിയ വെളിപ്പെടുത്തലുകൾ. മാത്രമല്ല, ഈ ചർച്ചയിൽ തന്നെ ഒരാൾ പറഞ്ഞു, ഈ കേസ് അന്വേഷണം എളുപ്പമാണോ? എനിക്ക് ജീവനിൽ കൊതിയുണ്ട്, എനിക്ക് ഭാര്യയുണ്ട്, എനിക്ക് മക്കളുണ്ട്. ഈ പാർട്ടിയുടെ സ്ഥിതി ഇത് മാത്രമാണോ? ഞാൻ ഉറക്കൊരു കാര്യം ചൂണ്ടിക്കാണിക്കും. നോക്കൂ, കരുവണ്ണൂർ ബാങ്ക് 150 കോടി, ലണ്ടൻ ബിസിനസ്സുകാരൻ രാജേഷ് കൃഷ്ണ, MV ഗോവിന്ദന്റെ മകൻ ശ്യാം, അദ്ദേഹം 80 ലക്ഷയുടെ പുഴു സിനിമയുമായി ബന്ധപ്പെട്ട് തട്ടിപ്പിൽ നേതാക്കന്മാർക്കും പങ്കുണ്ട്. SFIO കരിമണൽ കളവുമായി 1,72,00,000 രൂപ മുഖ്യമന്ത്രിയുടെ മകൾക്ക് അന്യായമായി കൈമാറിയതും പൊതുരൂപത്തിലുണ്ട്. P ജയരാജൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ, EP ജയരാജൻ എന്ന വ്യവസായ മന്ത്രി, അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഓഹരികൾ വാങ്ങിയതും അദ്ദേഹം റിസോർട്ട് ആരംഭിച്ചതിനുള്ള കണക്കുകളെ കുറിച്ച് പറയുന്നു. DYFI ജില്ലാ സെക്രട്ടറി ശ്രീ ശരത് പ്രസാദ് ചെയ്യുന്നു. ശരത്ത്, ഈ ശബ്ദത്തിന്റെ ആധികാരികതയിൽ സംശയമുണ്ട് എന്നുള്ളതായിരുന്നു താങ്കളുടെ ഏറ്റവും ഒടുവിലത്തെ ഫേസ്ബുക്ക് പോസ്റ്റ്. താങ്കളുടെ ശബ്ദമല്ല എന്നാണോ? എന്നെ സംബന്ധിച്ച് അതിലെനിക്ക് ഉറപ്പില്ല. ഞാൻ ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു വിഷയത്തെ തുടർന്ന് ഒരു വ്യക്തിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വ്യക്തി മാനിപ്പുലേറ്റ് ചെയ്ത് നടത്തുന്ന ഇത്തരത്തിലുള്ള ഇടപെടലുകളാണ്. എന്നെ സംബന്ധിച്ച് അതിൽ പേര് പരാമർശിക്കപ്പെട്ട ആളുകളൊക്കെ വളരെ ഞാനുമായി ബന്ധമുള്ളവരും വളരെ ഗുരുതുല്യരായിട്ടുള്ള ആളുകളും വളരെ പ്രിയപ്പെട്ട സഹാക്കളാണ്. DYFIയെ സംബന്ധിച്ച്, CPM-നെ സംബന്ധിച്ച്, SFIയെ സംബന്ധിച്ചൊക്കെ വളരെ സുതാര്യമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളാണ്. ഒരുപാട് മനുഷ്യരുടെ അധ്വാനത്തിന്റെയും വേർപ്പിന്റെ ഒക്കെ ഭാഗമായി, ഒരുപാട് രക്തസാക്ഷികളുടെ ജീവിതത്യാഗത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളാണ്. അപ്പൊ അത് കോൺഗ്രസ് ആണ് അതിന്റെ പിന്നില്. അപ്പൊ അവരതിനെ ദുരുപയോഗം ചെയ്ത് ഇതിനെ മറ്റു പല വിഷയങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് CPM-നെ അറ്റാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഞാനത് നിയമ നടപടി ഉൾപ്പെടെ സ്വീകരിച്ച് മുന്നോട്ട് പോകാനാണ്, പാർട്ടി ഉൾപ്പെടെയായിട്ട് ആലോചിച്ച് നിയമ നടപടി ഉൾപ്പെടെ സ്വീകരിച്ച് മുന്നോട്ട് പോകാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. ആർക്കെതിരെയാണ്? നിബിൻ ശ്രീനിവാസനെതിരെ ആകുമോ നിയമ നടപടി? അത് ആലോചിച്ച്, അതാരാണ് അതിന്റെ പിന്നിൽ എന്നുള്ള കാര്യം ആലോചിച്ച് മുന്നോട്ട് പോകും. അതാണ് അതിൽ പറയാനുള്ളത്. താങ്കൾ നേരത്തെ പറഞ്ഞത് 5 വർഷം മുമ്പ് താങ്കൾ പറഞ്ഞത് തന്നെയാണ്, ഒരു സംഭാഷണത്തിൽ പറഞ്ഞതാണ്. ഇപ്പോൾ പുറത്തു വരുന്നതിനകത്താണ് മാധ്യമ പ്രവർത്തനം വിളിച്ചപ്പോ ഇത് തുടരെ ഫോൺ വരെയാണ്. അപ്പൊ അങ്ങനെ ഒരു 5 വർഷം മുമ്പ് ഉണ്ടായ ഒരു കാര്യമാണെന്ന് പറയുന്നു എന്ന് പറഞ്ഞത് അയാളത് റെക്കോർഡ് ചെയ്ത് അയാളെ ചാനലിൽ കൊടുക്കാണ് ഉണ്ടായത്. എന്നെ സംബന്ധിച്ചാൽ യാതൊരു ആധികാരികത ഇല്ല. തുടർച്ചയായിട്ട് ഈ വോയിസ് വെച്ചിട്ട് CPM-നെയും ഇടതുപക്ഷത്തെ ആക്രമിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്. ഇപ്പോ ഈ ഫിറോസിന്റെ ഒക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോ ഈ കാര്യം വെച്ചിട്ട് അതിനെ ഡിഫെൻഡ് ചെയ്യാനാണ് പരിശ്രമിക്കുന്നത്. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും പരമാർത്ഥമല്ല. അല്ല ശരത്ത്, അതിൽ യാഥാർത്ഥ്യമാണോ അല്ലയോ? പക്ഷെ താങ്കൾ പറഞ്ഞതാണത് അല്ലേ? അതില് ഞാൻ പറഞ്ഞെന്നുള്ള കാര്യത്തില് യാതൊരു വസ്തുവില്ലേ. അത് പരിശോധിക്കണം. അത് പരിശോധിച്ച് ഞാനത് നിയമ നടപടി സ്വീകരിക്കാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഞാൻ DBJPക്ക് ഉൾപ്പെടെ പരാതിയായിട്ട് മുന്നോട്ട് പോകാനാണ് ഞാൻ ആലോചിച്ചിട്ടുള്ളത്. ഈ KV അബ്ദുൽ ഖാദറും പറഞ്ഞ ശരത് പ്രസാദ് KV അബ്ദുൽ ഖാദറും പറഞ്ഞത് ഇത് താങ്കൾ പറഞ്ഞു എന്നുള്ളത് 5 വർഷം മുമ്പ് പറഞ്ഞതാണെന്ന് KV അബ്ദുൽ ഖാദർ പാർട്ടി ജില്ലാ സെക്രട്ടറി പറയുന്നു. അദ്ദേഹം തന്നെ പറയുന്നത് ഇത് പക്ഷേ താങ്കൾ പറഞ്ഞ വസ്തുതാവിരുദ്ധമാണ്, താങ്കളോട് അതിൽ വിസ്തീർണം തേടുമെന്നുമാണ് പറഞ്ഞത്.
അത് ഞാൻ പാർട്ടിയായിട്ട് ആലോചിച്ച് ഇപ്പൊ CPM എന്റെ കൂടി പാർട്ടിയില്ല, അപ്പൊ ഞാൻ പാർട്ടിയായിട്ട് ആലോചിച്ച് പാർട്ടി ജില്ലാ കമ്മിറ്റി എന്നുള്ള രീതിയിൽ എന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും. അതിലൊന്നും തർക്കമില്ല. ഓക്കെ ഓക്കെ. ശരത് പ്രസാദ്, DYFI ജില്ലാ സെക്രട്ടറിയാണ് ശരത് പ്രസാദ്. അദ്ദേഹത്തിൻ്റെ ഓഡിയോ ആണ് പുറത്തേക്ക് വന്നത്. അതിനുശേഷം ആദ്യഘട്ടത്തിൽ ശരത്ത് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ശബ്ദം തന്നെയാണെന്ന് പിന്നീട് അതിൽ നിന്ന് മാറ്റി പറയുകയും ചെയ്യുന്നുണ്ട്. ശരത്തിൻ്റെ വാക്കുകൾ കൂടി നമ്മൾ കേട്ടു. ജോഷി ആന്റണി, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ ശരത്ത് ഒരു സാധു സഖാവാണ്. ശരത്ത് ഏതെങ്കിലും കാലത്ത് പൈസ ഉണ്ടാക്കുമെന്ന് ഞാൻ വ്യക്തിപരമായി കരുതാത്ത ഒരു പാവം പിടിച്ചവനാണ്. ഈ ഏതോ കാലത്ത് പറഞ്ഞ ഒരു സംഭാഷണം പുറത്തു വന്നതിൻ്റെ പേരിൽ ശരത്തിന് രാഷ്ട്രീയ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമോ? ഒന്ന്. രണ്ട്, ഈ കരുവന്നൂരിൽ നമ്മൾ ആ സമയത്ത് ഒരുപാട് ചർച്ച ചെയ്തു, ഒരുപാട് സമരങ്ങൾ അതിലുണ്ടായി. ഉറപ്പായും ആ സമരങ്ങളുടെ ഫലം അവിടെ സുരേഷ് ഗോപി കിട്ടിയിട്ടുണ്ട്. കാര്യം സുരേഷ് ഗോപി ആ കരുവന്നൂർ പദയാത്ര അടക്കം നടത്തി. ഞാൻ മനസ്സിലാക്കുന്ന രാഷ്ട്രീയ ഭേദമന്യേ ആ പദയാത്രയിൽ മനുഷ്യർ പങ്കെടുത്തിട്ടുണ്ട്. അതിന് കാരണം എന്താണ്? അത്രത്തോളം ആ സമയത്ത് അവിടെ നീറി നിൽക്കുന്ന സംഭവമായിരുന്നു അത്. അവിടെ മനുഷ്യനെ കണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ രണ്ട് കാലുകളും അങ്ങ് വിറയലാണ് പാവത്തിന്. ഇരിക്കലായിരുന്നു. ഈ പറയുന്ന ഏതോ അതേ കുക്കാണ് ഉണ്ടാക്കിയ പണം വിട്ട് കാണാതെ പോയ മനുഷ്യർ ഒരുപാട് പേരെ നമ്മൾ കണ്ടു. അവർക്കൊക്കെ പണം കിട്ടിയോ ശ്രീ ജോഷി? താങ്കൾ കുറച്ചുകൂടി ഇറങ്ങി നിന്ന് താങ്കളുടെ ഉള്ളിൽ ഉള്ള അടിയുറച്ച രാഷ്ട്രീയ ബോധ്യം കൊണ്ടാണ് താങ്കൾക്ക് ആ രീതിയിൽ ശക്തമായ പല സമരമാർഗ്ഗങ്ങളിലേക്ക് പോകാൻ കഴിഞ്ഞത്. ആ സമരമാർഗ്ഗങ്ങൾ എടുക്കാൻ ആവതില്ലാത്ത മനുഷ്യ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ജോഷി. തീർച്ചയായിട്ടും. ഒന്ന്, നമ്മൾ പറയാം അണ്ണാകുഞ്ഞിനെ മരം കയറാൻ പഠിപ്പിക്കരുതെന്നാണ്. അത് നമ്മൾ ഈ ചെറുപ്പത്തിൽ തൊട്ട് നേരത്തെ ഡോക്ടർ ജയരാജ് പറഞ്ഞ പോലെ തന്നെ ഞാനീ 15-16 വയസ്സുള്ളപ്പോൾ തൊട്ട് ഞാൻ തുടങ്ങിയതാണ്. അത് കഴിഞ്ഞ് 17 വയസ്സിൽ കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് എന്ന് വെച്ചാൽ സ്ഥാനാർത്ഥി മെമ്പർഷിപ്പ് കഴിഞ്ഞ് 18 തികയുന്നതിന് തൊട്ട് മുൻപ് എന്ന് വെച്ചാൽ നമുക്ക് മെമ്പർഷിപ്പായി, പാർട്ടി മെമ്പർഷിപ്പായി. അതും SFIയുടെ ഏരിയ ഭാരവാഹിത്വം ഉണ്ടായിരുന്നു. യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു, DYFIയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു. അന്ന് നമ്മൾ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അന്ന് നമ്മുടെ കാട്ടൂർപ്പള്ളിയിലൊരു പള്ളിക്കാടുണ്ട്. അവിടെയാണ് സഖാവ് മൊയ്തീൻ കുഞ്ഞ് അന്തി ഉറങ്ങുന്നത്. അവിടെ പോയിട്ട് നമ്മൾ രണഭേരി മുഴക്കും. ഒരു പുരുഷായ കാലം മുഴുവൻ നാടിന് വേണ്ടി, നാട്ടാർക്ക് വേണ്ടി അംഗം വെട്ടി പള്ളിക്കാട്ടിൽ അന്തി ഉറങ്ങും മൊയ്തീൻ കുഞ്ഞ്, നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ, അഭിവാദ്യത്തിൽ ചോരപ്പൂക്കൾ. ഇത് ഒരു പള്ളി കമ്മിറ്റി ഇതുവരെ തടഞ്ഞിട്ടില്ല. ആ ഒരു ബോധ്യമുള്ള ഒരാളിനെ ഭയപ്പെടുത്തൽ എളുപ്പമല്ല. ഇത് എനിക്ക് ശരത് പ്രസാദ് എന്ന് പറഞ്ഞ കുട്ടിയാണെങ്കിലും DYFIയുടെ ജില്ലാ സെക്രട്ടറി ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള ബലവും ബോധ്യമുള്ള ആളായിരിക്കും. പക്ഷേ ഇപ്പോൾ DYFIനെ നിയന്ത്രിക്കുന്നത് പാർട്ടി ആയതുകൊണ്ട് പാർട്ടി പറയുന്ന പോലെ അടിവരയിടുന്ന ഒരു രീതി ആളുകൾക്കുണ്ട്. അത് ഭയം കൊണ്ടാവാം, രാഷ്ട്രീയ ഭാവി പോകുന്നതുകൊണ്ട്. രാഷ്ട്രീയത്തിന് എന്തിനാണ് ഭാവി എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. രാഷ്ട്രീയം ഒരു മനുഷ്യൻ്റെ വ്യക്തി സ്വാതന്ത്ര്യവും ബോധ്യവും ചെറുത്ത് നിൽപ്പിൻ്റെ പ്രതീകവും കൂടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തുടരാന്നുള്ളത്. കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കും എന്നുള്ളത്. ഇപ്പോൾ അത് ഈ പാർട്ടിയും കമ്മ്യൂണിസ്റ്റും രണ്ടായിട്ട് ആണ് പോകുന്നത്. ഞാൻ ജനിച്ച് വളർന്ന, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കമ്മ്യൂണിസ്റ്റുകാർക്ക് പഷ്ണി മണക്കുന്ന മൂക്കുണ്ടെന്ന്. ആ ഒരു ബോധ്യത്തിൽ നിന്ന് എനിക്ക് തിരിഞ്ഞു നടക്കാനോ വേറൊരിടത്ത് പോകാനൊന്നും എനിക്ക് പറ്റില്ല. അതുപോലെ തന്നെ ഈ കരുവന്നൂർ 13-14 പേര് ഇപ്പോൾ ആത്മഹത്യ ചെയ്യലും മരിക്കലൊക്കെ ആയിട്ട് ചികിത്സയ്ക്ക് പൈസ കിട്ടാൻ മരിക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കാണാനായിട്ട് പാർട്ടിക്ക് എന്താ കണ്ണില്ലാതായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 3-4 തവണ പാർട്ടി കമ്മിറ്റികളിൽ നിന്നാണ് അഡ്മിനിസ്ട്രേറ്ററെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ DYFIയുടെ ജില്ലാ പ്രസിഡൻ്റാണ് ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റർ. അങ്ങേരുടെ വിശേഷങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെയുള്ള ആളുകൾ അന്വേഷിക്കട്ടെ. പറഞ്ഞു കഴിഞ്ഞാൽ വിഷമാവും. നമ്മൾ ഈ അയൽപ്പക്കത്തിരുന്ന് കഴിഞ്ഞ് കുറ്റം പറയേണ്ട കാര്യമില്ലല്ലോ. തിരികെ ഇപ്പം എനിക്ക് ആശ്വാസമായിട്ടുള്ളത് കരുവന്നൂരിൻ്റെ അവസ്ഥകൾ ഇനിയും ഒരുപാട് മരണവും സാധനങ്ങളൊക്കെ വരുന്നതായിട്ട് നമുക്ക് ഇരിങ്ങാലക്കുട ആശുപത്രി വലുതാക്കി പണിതിട്ടുണ്ട്. അപ്പോൾ തൃശ്ശൂർ പോകാണ്ട് കിടന്നു മരിക്കാനായിട്ട് സൗകര്യം ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രി അത്രയും വലുതാക്കിയിട്ടുണ്ട്. അതൊരു സംഗതി. ഇതിലൊരു നിർദ്ദേശം എൻ്റെ വകയുള്ളത്, ശരിക്കും ഈ സഹകരണ ബാങ്കുകൾ ചീട്ടുകൊട്ടാരം പോലെ എന്ന് വെച്ചാൽ ഡെസ്പൈറ്റ് ഓഫ് പാർട്ടി, ഇത് CPM ഭരിക്കുന്നതോ കോൺഗ്രസ് ഭരിക്കുന്നതായിട്ട് എല്ലാവരും ഇതിൽ ഒരേ തൂവൽ പക്ഷികളാണ്. അതിലെനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠം അല്ലെങ്കിൽ കളവിൻ്റെ ബാലപാഠം പഠിക്കാനായിട്ട് സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടർമാരാവുക, അതിൻ്റെ പുറകിൽ നിന്ന് ഇന്നാളൊരു സഖാവ് പറയുന്നത് കേട്ടു, ഈ കോടിക്കണക്കിന് രൂപയ്ക്ക് വെറും ശുപാർശ ചെയ്തതാണോ ഞാൻ ചെയ്ത കുറ്റമെന്ന്. ഞാൻ അന്ന് പറഞ്ഞു, വടക്കാഞ്ചേരിക്കും കരുവന്നൂരിനും ഇടയ്ക്ക് ഒരുപാട് സഹകരണ ബാങ്ക് സഖാവ് അറിയാണ്ട് പോയതാണ്. ഈ കരുവന്നൂർ വെളപ്പായ സതീശനും അനിൽ സേട്ടനും ശുപാർശിക്കാനായിട്ട് താങ്കൾ പറഞ്ഞ ആ ആൾ വ്യക്തിപരമായി പണം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ആ നേതാവും ശുപാർശ ചെയ്യുന്നത് ഈ പറഞ്ഞ വെളപ്പായ സതീശന് വേണ്ടി മാത്രമേ ചെയ്യുള്ളൂ. ഞാൻ പാർട്ടിക്ക് വേണ്ടി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാർട്ടിക്ക് വേണ്ടി തല്ലുകൊണ്ടും കഴിഞ്ഞ് കയറി കിടന്ന് ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ എന്നെ കാണാനായിട്ട് വന്നിട്ടുണ്ട്, ജയിലിൽ കാണാൻ വന്നിട്ടുണ്ട്. ഈ മറന്നുണ്ടാവില്ലേ, ഇപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് കാണാറൊക്കെ ഉണ്ട്. അവിടെ വിളിച്ച് കാണുമ്പോൾ വർത്തമാനം പറയാറുണ്ട്. തിരികെ ഒരു നിർദ്ദേശമുള്ളത്,
ഷെഡ്യൂൾ ബാങ്കുകളുടെ മോഡലിലേക്ക് സഹകരണ ബാങ്കുകളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി മാറ്റുകയും അവിടുത്തെ നിയമനങ്ങൾ അതേ രീതിയിൽ തന്നെ ഷെഡ്യൂൾ ബാങ്കിൻ്റെ രീതിയിലാക്കുകയും ചെയ്യാണ്ട് ഇനി സഹകരണ ബാങ്കുകൾ നിലനിൽക്കില്ല. സഹകാരികൾ ചിന്തിക്കട്ടെ. എന്നുവെച്ചാൽ ഈ കട്ടെറുമ്പുകളൊന്നും കൊണ്ടുപോയി തിന്നത് മറയിൽ വെച്ച് ഒതുക്കാനായിട്ട് നല്ല മിടുക്കുള്ള ആൾക്കാരാണ്. അക്കൗണ്ടിൽ 100 രൂപ ഉണ്ടാവുള്ളൂ, വീട്ടിൽ ആസ്തി കാണില്ല. നിങ്ങളെനിക്കൊരു 5 കോടി രൂപ കൊണ്ടുതായോ, ഞാൻ പറഞ്ഞു തരാം. ഈ വക ആളുകൾ ചെയ്യുന്നതൊക്കെ കുഴൽപ്പണം അടിച്ച് ഞാൻ സാധനം ദുബായിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് വൈറ്റ് മണി ആയിട്ട് തിരികെ ഇടുക എന്നാണ് ഞാൻ കേൾക്കണത്. ഇത് ഒരു സാധാരണക്കാരൻ അറിയാമെന്നുണ്ടെങ്കിൽ ഈ പഠിച്ച കള്ളന്മാർ ഇതിൻ്റെയൊക്കെ എത്രയോ വട്ടം പഠിച്ചിട്ടുണ്ടാവും. അവർ സ്കൂളിലൊന്നും പോകണ്ട, കപ്പലണ്ടിയും ഇതൊന്നുമല്ല. അവർ നന്നായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് കഴിവുള്ള ആളുകളാണ്. അവർ ഈ സംഗതി വേറെ വഴിക്ക് കടത്തിയിട്ടുണ്ടാവും. വേറെ പേരിൽ ബിനാമികളാണ്. ഇപ്പം ബിനാമികളാണല്ലോ മെയിൻ. ആർക്കാണ് ബിനാമി ഇല്ലാത്തത്? ഏത് രാഷ്ട്രീയക്കാരനാണ് നെഞ്ഞി തൊട്ട് പറയണേ? ഒരു നുണ പരിശോധനയ്ക്ക് തയ്യാറുള്ള ഏത് നേതാവുള്ളത്? ഇനി ഇവരൊക്കെ വെള്ളം അടിച്ചിട്ട് വൈറ്റ് വാഷ് ചെയ്തിട്ട് ധൈര്യമുണ്ടോ ഈ പറഞ്ഞ ആളുകളിൽ ഏതെങ്കിലും ഒരു ചരക്കിനെ ഇരിങ്ങാലെ കൊണ്ട് മത്സരിപ്പിക്കാനായിട്ട്? ഇനി 4 മാസമല്ലോ നിയമസഭ ഇലക്ഷന്. വെള്ള പൂശി വൈറ്റ് വാഷ് ചെയ്ത് സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമാണെന്ന് പറയുന്ന ഇമാതിരി ആളുകളെ ഒരെണ്ണത്തിന് ധൈര്യമുണ്ടോ ഇരിങ്ങാലെ കൂടെ കൊണ്ട് മത്സരിപ്പിക്കാനായിട്ട്? കാണിക്കട്ടെ, ആണത്തം കാണിക്കട്ടെ. ഞാൻ വെല്ലുവിളിച്ചതല്ല. പക്ഷേ ഇമാതിരി ആളുകളെ വൈറ്റ് വാഷ് ചെയ്യുമ്പോൾ അടിസ്ഥാന വർഗത്തിൻ്റെ സഖാക്കൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. പാർട്ടി എന്ന് പറയണത് പാർട്ടി കമ്മിറ്റി മാത്രമല്ല കേട്ടോ. പാർട്ടി കമ്മിറ്റി മാത്രം വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കെട്ടിവെച്ച കാശും കൂടി പോകും. പാർട്ടി എന്ന് പറയുന്നത് വിപുലമായിട്ടുള്ള ഒരു അടിത്തറയുള്ള സംഗതിയാണ്. അതിൽ സാധാരണക്കാരനുണ്ട്, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിക്കാത്തവരുണ്ട്. എങ്ങനെ നല്ല കമ്മ്യൂണിസ്റ്റ് ആവാന്ന് വായിക്കാൻ നല്ല എന്നോട് 86 വയസ്സുള്ള സരോജ ചേച്ചി പറഞ്ഞത്. കാട്ടൂർ കടവ് എന്നൊരു നോവൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. കാട്ടൂർ കടവിൽ ഒരു വീടുണ്ട്, സഖാവ് കെ ഗോപാലൻ്റെ. 1 വർഷം മാത്രം പാർട്ടി സെക്രട്ടറി ആയിരുന്ന കെ ഗോപാലൻ്റെ വീട്. കെ ഗോപാലൻ്റെ സഹോദരിയാണ് സരോജ ചേച്ചി. സരോജ ചേച്ചി ചെരുവില ഷോനോട് ചോദിച്ചാറുണ്ട്, നീ എന്താണ് എഴുതിയ എൻ്റെ വീടിൻ്റെ പേരെന്താ ഇല്ലാത്ത, കാട്ടൂർ കടവിലില്ലാത്തതെന്ന്. കഥാചർച്ചയ്ക്ക് കാട്ടൂർ വിളിച്ചിട്ട് 22 ആളാണ് വന്നേ. എന്നോട് വലിയ സാഹിത്യകാരൻ ചോദിച്ചു, ഇവൻ ഇത്രയും പിന്തുണ അവിടെ ഇല്ലേ? 22 പേരുള്ളല്ലോ ജോഷേ, എന്താ അതെന്ന്. ആറിന് കാട്ടൂർ കടവ് എഴുതിയെന്നല്ലാണ്ട് കാട്ടൂരി കക്ഷി കെ ഭാനുമതി, പാർട്ടിയുടെ പ്രസിഡന്റ്, DYFയുടെ പ്രസിഡന്റ്, KYFൻ്റെ EP വിജയൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് എവിടെയാണ്. EP വിജയൻ്റെ അനിയനാണ് EP രഘുവിൻ്റെ മകളെയാണ് MLA ഹോസ്റ്റലിൽ ആരോ ഒരു നേതാവ് കൊണ്ടുപോയിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ട് കേസാക്കിയതും കേസ് തേച്ച് മാച്ച് കളഞ്ഞിട്ട് ഇപ്പോൾ അത് ഹൈക്കോടതി കേസ് നടക്കുന്ന ടി ആസഫ് അലിയാണ്. ആ കേസിൻ്റെ പ്രതിനെ സംരക്ഷിക്കാനായിട്ട് ബ്രാഞ്ച് സെക്രട്ടറിയിൽ നിന്ന് ലോക്കൽ സെക്രട്ടറി ആക്കിയിട്ട് വളർത്തിയതും. എങ്ങനെയാണ് ഈ വൈറ്റ് വാഷിന് ധൈര്യം വരുന്നത്? ഈ വക ആളുകളല്ലാണ്ട് വേറെ ആൾക്കാരൊന്നും ഇല്ലേ? പാർട്ടി എന്ന് പറഞ്ഞാൽ അത്രയും ശുദ്ധമായിരിക്കണം. താങ്കൾ പറയുന്ന ഒരു ഐഡിയൽ രാഷ്ട്രീയകാലത്തെ പറ്റിയാണ്. പുതിയ കാലത്ത് താങ്കൾ പറയുന്ന ഹൃദയ രാഷ്ട്രീയത്തിനൊക്കെ എന്ത് പ്രസക്തി, അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രത്തിനൊക്കെ എന്ത് പ്രസക്തി എന്ന ചോദ്യം കുറേ നാളാണ് നമ്മൾ ചോദിക്കുന്നതാണ്. അത് ഇന്നലെയൊക്കെ നമ്മൾ ചോദിച്ചതാണ്. ഈ പറയുന്ന ഭൂരിപക്ഷ ന്യൂനപക്ഷ സംഘങ്ങളുടെ കാര്യത്തിലൊക്കെ തിരുത്തിയേ പറ്റുള്ളൂ. നമ്മുടെ ആഗ്രഹമാണ് മുന്നോട്ട് പോകലൊന്നുമില്ല. അല്ല, നമ്മുടെ ആഗ്രഹമാണ് നമ്മളത് പറയുന്നത്. അത്രത്തോളം പ്രാക്ടിക്കലാണ് എന്നുള്ള കാര്യം കാലം തീരുമാനം. ഞാൻ അങ്ങനെ എത്താം. ശ്രീ രാജു പി നായർ, ഇവിടെ ശരത് പ്രസാദ് പറയുകയാണ് ഇതിൻ്റെ പിന്നിൽ കോൺഗ്രസ് ആണ്. ഈ പറയുന്ന ശബ്ദരേഖയുടെ ആധികാരികത എൻ്റെ ശബ്ദമാണോ എന്ന് അദ്ദേഹത്തിന് ഉറപ്പില്ല. പക്ഷേ ഇത് പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ കോൺഗ്രസ് ആണെന്ന കാര്യത്തിൽ ശരത്തിന് സംശയമില്ല. മാത്രം നിയമ നടപടിയിലേക്ക് പോവുകയുമാണ്. അല്ല, എന്തായാലും ശരത് പ്രസാദ് ആദ്യം പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. MK കണ്ണൻ അതിനോട് പ്രതികരിച്ചത് അത് വ്യാജമാണെന്ന് പറഞ്ഞുകൊണ്ടല്ലല്ലോ. അപ്പം അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം അത് മാറ്റേണ്ടത്, നേരത്തെ ഇവിടെ ശ്രീ സാജു അതെ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേരത്തെ ഇപ്പം എനിക്ക് കൂടി സംസാരിച്ച ആ സഹോദരൻ പറഞ്ഞ പോലെയുള്ള ജീവഭയത്തിൻ്റെ പ്രശ്നമായിരിക്കാം. നോക്കൂ, പോലീസ് സ്റ്റേഷനിൽ പോയി അടിമേടിച്ചിട്ട് അത് ജനങ്ങളോട് പറയാൻ പോലും അവസരം കൊടുക്കാത്ത, അല്ലെങ്കിൽ അതിനെപ്പോലും വിലക്കുന്ന ഒരു പാർട്ടിയായിട്ട് CPM മാറിയില്ല. ലാഷ്മി പോയി അടി കൊണ്ടിട്ട് എനിക്ക് അടി കിട്ടി, ഈ പോലീസിൻ്റെ എൻ്റെ പാർട്ടി ഭരിക്കുമ്പോൾ എനിക്ക് അന്യായമായി, എനിക്കെതിരെ മർദ്ദനമുണ്ടായി എന്നു പോലും ജനങ്ങളോട് പറയാൻ അവകാശമില്ലാത്ത അടിമക്കൂട്ടമായിട്ട് ഇവർ മാറിയില്ലേ. ഇവിടെ ജയരാജ് ഇരുന്നിട്ട് എനിക്ക് കോൺഗ്രസ് പാർട്ടിയോട് ധൈര്യത്തിൻ്റെയൊക്കെ കാര്യം പറയുന്നുണ്ട്. എൻ്റെ പൊന്ന് ജയരാജ, ഈ വിഷയം ജനങ്ങളോട് പറയാൻ ധൈര്യമില്ലാതെ, ഒരു ചാനലിൽ വന്നിരിക്കാൻ പോലും ധൈര്യവും നട്ടലിന് ബലവുമില്ലാതെ ആ വൃത്തികെട്ട പണി മറ്റാരെങ്കിലും പോയിട്ട് നിരീക്ഷകൻ എന്ന് പറഞ്ഞ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കപ്പെട്ടതാണ് നിങ്ങൾക്ക് ഈ ജോലി. മനസ്സിലായി? കോൺഗ്രസ് പാർട്ടിയുടെ ധൈര്യത്തെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ
അല്ല, ഞാൻ അല്ല, ആയിക്കോട്ടെ, പക്ഷേ രാജീവ് CPM കുറെ വന്നില്ലല്ലോ. ചർച്ചകളിൽ ഇത്തരം ന്യായങ്ങൾ അല്ല, പറയുന്നുണ്ട്. CPM വന്നില്ലല്ലോ. ഇയാളൊരു എന്തുകൊണ്ട് MLA പോലും CPM അല്ലല്ലോ. വിളിച്ചിരുന്നോ? ഇയാളൊരു ജനപ്രതിനിധി അല്ല, പോലും ഹാഷ്മി അല്ലല്ലോ. CPM നെ പിന്നെ വിളിച്ചിരുന്നോ? ഇയാളിന്ന് കോൺഗ്രസ് അല്ല, അല്ലല്ല, ഹാഷ്മി അല്ലല്ല. CPM നെ വിളിച്ചിരുന്നോ? അല്ല, നമ്മൾ CPM ആളില്ലാത്ത ആ വർഷം പറയാനും വേണ്ടേ? ഹാഷ്മി CPM നെ വിളിച്ചിരുന്നോ? അല്ല, രാജു പി നായർ നമ്മൾ ഇയാൾ കുറെ ചർച്ചയാകുമ്പോൾ നാളുകൾ കുറെ അല്ല, ചർച്ചകൾ ഇത് CPM പറയുന്നതാണ്. CPM സ്ഥിരമായിട്ട് പറഞ്ഞു കേട്ട് അല്ല, ഇതൊരു ഞാൻ മാതിരി ചോദിക്കുന്നത് ബബിൾഗമായ ഹാഷ്മി, ഞാൻ വാദമാണ്. ഇല്ല ഇല്ല ഈ അല്ല, രാജു പി നായർ ഇവിടെ ശരി CPM ആളില്ല. അല്ല, CPM ആളില്ല. കുറെ CPM നാളുകൾ വർഷം വേണ്ടേ? തുടങ്ങിയതാണ്. പുതിയ കാര്യം വല്ല അങ്ങനെയൊന്നും ഉണ്ടേ? പറയണ്ട. വെറുതെ പറ. വൃത്തികെട്ട പുതിയ പണിയെടുക്കാൻ കാര്യങ്ങൾ വന്നവൻ- ഞാൻ ചോദിച്ചതിന് മറുപടി വൃത്തികെട്ട ഉണ്ട്. പറ. പണിയെടുക്കാൻ വന്നവൻ അത് എടുത്തിട്ട് പോയാൽ മതി. ഈ ഡേർട്ടി ജോബിന് ഇയാള് വലിയ വൃത്തിയുള്ള പണിയല്ലേ ഇവിടെ അയക്കപ്പെട്ടവർ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പറഞ്ഞിട്ട് പോയാൽ രാഹുൽ മതി. മാങ്കൂട്ടത്തിനെ ഇത് വെളുപ്പിക്കാനല്ലേ ഇവിടെ? താങ്കൾ ഇവിടെ വന്നിരിക്കുന്നത്? അല്ല, രാജു പി നായർ അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പൊ CPM വിഷയത്തിൽ ആളെ വിടുന്നില്ല. അല്ല, ഒരു മിനിറ്റ്, അല്ല, അല്ല. നാളുകളായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അഭിമുഖിക്കാൻ പേടിയായിട്ട് ഭയന്ന് കട്ടിനടിയിൽ ഒളിക്കുന്നവർ ഡേർട്ടി ജോബിന് വേണ്ടി ഏൽപ്പിക്കുന്ന ഈ സോക്കോൾഡ് നിരീക്ഷകർ വന്നിട്ട് ഇവിടുന്ന് ഛർദ്ദിച്ചിട്ട് പോയാൽ മതി. അന്ന് താങ്കളാണ് dirty job രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. The most dirtiest job you are doing, രാജു പി നായർ, by whitewashing രാഹുൽ മാങ്കൂട്ടം. മാങ്കൂട്ടത്തിനെ whitewash ചെയ്യാനല്ലേ താങ്കൾ നടക്കുന്നത്? സഖാക്കന്മാർക്ക് അല്ല, വൃത്തികെട്ട പണിയെടുക്കാൻ വന്നവർ അത് ചെയ്തിട്ട് പോയിക്കോ. അല്ല, അല്ല, അങ്ങനെ അധിക്ഷേപിക്കല്ലേ. അല്ല, ഞാൻ പറഞ്ഞ അല്ല, ഒറ്റ ഒരേ ഒരു മിനിറ്റ് അല്ല, ഒരേ ഒരു മിനിറ്റ് ഇതിൽ പ്രശ്നം പല ചർച്ചകളിൽ CPM ആളെ തരില്ല, പല ചർച്ചകളിൽ കോൺഗ്രസ് ആളെ തരില്ല, പല ചർച്ചകളിൽ BJP ആളെ തരില്ല. അപ്പൊ ആ വർഷം വേണ്ടി നമ്മൾ നിരീക്ഷകരെ വിളിക്കുന്നേ, ആ വർഷം പറയാൻ വേണ്ടി നമ്മൾ വിളിച്ചിട്ട് വരുന്നവരാ. ഇയാൾ കുറെ നാളുകൊണ്ട് പറഞ്ഞു തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ ഇയാളെ ചോദ്യം ചെയ്തത്. ഔദ്യോഗിക വക്താവൊക്കെ നാളെ പോകും. ഇയാളൊരു MLA പോലും ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ലല്ലോ. ഞാനോ നിങ്ങൾക്ക് എന്തെങ്കിലും വിവരമുണ്ടോ? ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന, നിലവിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിട്ടിരിക്കുന്ന ആള്. എന്റെ പൊന്ന് മനുഷ്യ, പോയി ആ AK സെന്ററിൽ വല്ല പണിയും ചെയ്യും. ഇവിടെ നോക്കൂ ഹാഷ്മി, ഞാൻ ആ പറയുന്നതിന്റെ കാര്യം എന്താ അറിയോ? ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടരുന്നുള്ളതാണ്. കാരണം CPM പ്രതിരോധിക്കാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ CPM കൊടുക്കാതിരിക്കും, എന്നിട്ടൊരു നിരീക്ഷകനെ അയക്കും. ആ നിരീക്ഷകൻ വന്നിട്ട് ഞാൻ DYFIയുടെ അംഗമാരെന്ന് പറഞ്ഞുകൊണ്ട് ഈ മുഴുവൻ വൃത്തികേട് ന്യായീകരിക്കുക. ജനങ്ങൾ ഇത് മനസ്സിലാക്കണം. CPM നിങ്ങൾ ചെയ്യേണ്ടത്, ഇനി കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും, ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യം വരാൻ ചെയ്യേണ്ടത്, നിങ്ങൾ സ്ക്രീനിൽ ആ പാർട്ടിക്ക് ഒരു കസേര ഒഴിച്ചിടണം. എന്നിട്ട് പറയണം. അപ്പൊ ജനം മനസ്സിലാക്കട്ടെ, ആ പാർട്ടിക്ക് പറയാൻ മറുപടിയില്ല എന്ന് മനസ്സിലാക്കട്ടെ. അത് കോൺഗ്രസ് ആണെങ്കിലും ചെയ്തോ, മനസ്സിലായില്ലേ? കോൺഗ്രസ് ആണെങ്കിലും ചെയ്തോ. പിന്നെ അദ്ദേഹം ഇവിടെ പറയുകയാണ് അഴിമതി ഇല്ലാത്ത AC മൊയ്തീൻ. ED വന്ന് അന്വേഷിച്ചിട്ട് അഴിമതി ഉണ്ടല്ലോ. 35 ലക്ഷത്തിന്റെ സ്ഥിര നിക്ഷേപം എന്തിനാ പിന്നെ മരവിപ്പിച്ചത്? AC മൊയ്തീന്റെ സ്ഥിര നിക്ഷേപം പിന്നെ മരവിപ്പിച്ചത് എന്തിനാ? നിങ്ങൾ തന്നെ സമ്മതിക്കല്ലേ ED അങ്ങേരെ കുറ്റക്കാരനായിട്ട് കണ്ടു എന്നുള്ളത്. എന്താ ജയരാജ സ്വയം കേസ് തോക്കുന്ന വാദമായിട്ട് വരാവോ? പിന്നെ ഇവിടെ BJPയുടെ പ്രതിനിധി വരികയാണ്. കോൺഗ്രസ് വലിയ സഹകരണ മേഖല ആകെ കൂടി ഒരെണ്ണമല്ലാത്ത തിരുവനന്തപുരത്ത് ഒരു സംഘമാണ്. അവിടെ പോലും ക്രമക്കേട് കാണിച്ചിട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം നേരിടുന്ന പാർട്ടിയാണ് BJP. ഒരൊറ്റ സഹകരണ സംഘം കൊണ്ടാണ് കേരളത്തിൽ മുഴുവനുള്ളത്. അവിടെ 15 കേസ് ക്രൈംബ്രാഞ്ചിന്റെ ഉണ്ട്. അവരാണ് ഞങ്ങളോട് പറയുന്നത്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, സുരേഷ് ഗോപിയൊക്കെ പദയാത്ര എല്ലാം നടത്തിയല്ലോ. എത്ര വർഷമായി അധികാരത്തിലെത്തി? കേന്ദ്രമന്ത്രിയായിട്ട് എത്ര വർഷമായി? MP ആയിരിക്കുമ്പോൾ 10 കേന്ദ്രമന്ത്രിമാർ ഞാൻ പറയുന്നത് കേൾക്കാൻ എന്റെ മുന്നിൽ വന്ന് നിൽക്കണം. കരുവന്നൂർ ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ വിഷയങ്ങൾ മുഴുവൻ ഞാൻ പരിഹരിക്കുന്നു പറഞ്ഞ ആളല്ലേ? ഇല്ലേ? ഇപ്പൊ കേന്ദ്രമന്ത്രിയായി. എന്നിട്ട് എന്ത് സംഭവിച്ചു? എവിടെ എത്തി കരുവന്നൂരിലെ അന്വേഷണം? AC മൊയ്തീൻ എവിടെയാണ്? ആരെ ചോദ്യം ചെയ്തു? കേരളത്തിലെ CPMന്റെ ഉന്നത നേതൃത്വത്തിലേക്ക് എത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു കേസ്, ഒരൊറ്റ കേസ് ചോദ്യം ചെയ്തിട്ടുണ്ടോ? CBI അന്വേഷണം നടക്കുന്ന ലൈഫ് ഭവന പദ്ധതി കേസ്, ആ ഭവന പദ്ധതിയുടെ കേസിന്റെ അഴിമതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായ ഹാബിറ്റാറ്റിന്റെ പ്രപ്പോസൽ മറികടന്നുകൊണ്ട് യൂണിടാക്കിന് കൊടുത്ത യോഗത്തിൽ ചെയർ ചെയ്തത് പിണറായി വിജയനാണ്. 1.5 കോടി രൂപ ആ ലോക്കറിൽ നിന്ന് പിടിച്ചെടുത്തതിനെ ഇതുവരെ പിണറായി വിജയനോട് ചോദ്യം ചോദിക്കാൻ BJPയുടെ അന്വേഷണ ഏജൻസികൾക്ക് തയ്യാറായിട്ടുണ്ടോ? BJPയുടെ അന്വേഷണ ഏജൻസി എന്ന് തന്നെയാണ് പറയുന്നത്. പറ്റിയിട്ടുണ്ടോ? സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പിണറായിയുടെ പെട്ടിയും കൊണ്ടുപോയിട്ടാണ് ഡോളറും സ്വർണവും കടത്തിയത്, ഇല്ലേ? ആ പെട്ടി നിങ്ങളുടേതാണോ എന്ന് ചോദിക്കാൻ പോലും നാവ് പൊന്തിയിട്ടുണ്ടോ? മുഴുവൻ കേസുകളും കളമൊരുക്കിയതിനു ശേഷം ഇവിടെ വന്നിട്ട് ഈ വർത്തമാനം പറയുന്നത്. ഓക്കെ, രാജു പി നായർ പറയുന്നതുകൊണ്ട് മാത്രമല്ലല്ലോ EDയുടെ ഈ താല്പര്യങ്ങൾ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രം പൊങ്ങി വരുന്ന കേസുകൾ അത് നമ്മൾ എത്ര കണ്ടതാണ്. സ്വർണ്ണക്കടത്തടക്കം നമ്മൾ എത്ര കണ്ണം ചർച്ച ചെയ്താണ് TP മാഷ്.
ഹാഷ്മി, നേരത്തെ നിങ്ങൾ എൻ്റെ സമയത്തിനിടയ്ക്ക് എന്നെ തിരിച്ചു വരാമെന്നും പറഞ്ഞ് കട്ട് ചെയ്തു. ഇത് എത്ര നേരം നിങ്ങൾ അനുവദിക്കുമെന്ന് എനിക്കറിയില്ല. നിങ്ങളെ രാജു പി നായരോട് നിങ്ങളോടൊക്കെ ഞാൻ പറയുന്നത്, നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കും. തുടക്കത്തിൽ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് എന്താ? ഈട് എന്ത് ചെയ്തു? ഈട് ഒന്നും ചെയ്തില്ല. ഞാൻ ചില തെളിവുകൾ ചൂണ്ടിക്കാണിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പാർട്ടിയെ പ്രതിയാക്കിയിട്ടുണ്ടോ ഹാഷ്മി? അത്ര ചങ്കൂറ്റം. നിങ്ങൾ കുറേ ചർച്ച ചെയ്തതല്ലേ ആ കേസ്? ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ്? കലൂർ PMLA കോടതിയിൽ അതിൻ്റെ സ്റ്റാറ്റസ് ഒന്ന് അന്വേഷിച്ചാൽ പോരെ? നായരായ രാജു, മാനവികത പറയുന്ന രാജുവിനോട് ഞാൻ പറയുന്നത്, സർ, നിങ്ങൾക്ക് ഈ ചാനൽ ചർച്ചകൾക്കുള്ള കൃത്യമായ ലക്ഷ്യം എനിക്കറിയാം. ഇതിൽ നിന്നും ചിലരെ തെറി പറഞ്ഞ് അത് കട്ട് ചെയ്ത് സ്വന്തം നാട്ടിലെ ചിലരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നതിന് വേണ്ടിയാണ് താങ്കൾ ഈ കാണിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എവിടെയെങ്കിലും ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് ഈ രക്കെ അല്ല, ഞാൻ പറഞ്ഞോട്ടെ രാജു, നിങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു രാജുവിന്റെ അവസരം വരുമ്പോ രാജു പറഞ്ഞു രാജുവിന്റെ അവസരം വരുമ്പോ നിങ്ങളത് പറയുന്ന ആളല്ലേ? നിങ്ങളത് അപമാനമുള്ള ആളാണോ? നിങ്ങൾ അഭിമാനിക്കുന്ന ആളല്ല കാര്യത്തില്. അത് നിങ്ങൾ പറഞ്ഞ, ഞാൻ രാഷ്ട്രീയമാണ് പറയുന്നത്. നിങ്ങൾ നമ്മുടെ വിഷയതല്ല. ഈ നായരായ രാജു എന്നെടുത്ത് പറഞ്ഞാൽ ഈഴവനായ ഇന്നാൾ, ഈഴവനായ മറ്റേ ജാതിയായ മറ്റേ ക്രൈസ്തവനായ അങ്ങനെ പറയാമോ? നമ്മൾ പറയില്ലല്ലോ. മോശമല്ലേ? അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, പത്മനാഭൻ പറഞ്ഞ ചില വാക്കുകൾ ഉണ്ട് ഹാഷ്മി. കാര്യങ്ങളെങ്കിലും അവതരിപ്പിക്കുമോ? ഇരിക്കട്ടെ, നിർത്ത്. നിങ്ങൾ ചമ്മൽ എനിക്ക് മനസ്സിലാവും. നിങ്ങൾ അവസരം വരുമ്പോൾ പറഞ്ഞു, ഞാൻ കേട്ടിരിക്കും, ഞാൻ ഒറ്റ അങ്ങോട്ട് പറയില്ല, ഞാൻ എല്ലാം കേട്ടിരിക്കും. അതാണ് സംവാദത്തിന്റെ മര്യാദ. നിങ്ങൾ പറഞ്ഞോന്നേ ഞാൻ കേട്ടോളും. ഞാൻ വിഷയത്തിലാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തോടൊന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന് അവസരം വരുമ്പോൾ ഞാൻ കേട്ടോളൂ. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, സർ, ഈ തുടങ്ങിയോ സ്ഥിരം പല്ലവിയാണ്. ഞാനും അതിൽ വിയോജിപ്പറിച്ചു, താങ്കൾ വിയോജിപ്പറിച്ചു. അല്ല രാജു പിന്നെ ഞാനും അതിൽ വിയോജിപ്പറിച്ചു, താങ്കൾ വിയോജിപ്പറിച്ചു. ഇനിയിപ്പോ ടിപ്പി പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ബാക്കി വിയോജിപ്പ് അദ്ദേഹത്തിന്റെ അവസരം വരുമ്പോ പറയട്ടെ. ബാക്കി അവസരം വരുമ്പോ രാജു ഇത് ഇന്ദിരാഭവൻ അല്ല, ഇത് ഒരു ചാനലിന്റെ ഫ്ലോറാ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കാതെ, അദ്ദേഹത്തിന്റെ അവസരം വരുമ്പോ കേൾക്കാതെ, അവസരം വരുമ്പോ ഞാൻ കേൾക്കും. രാജു, നിങ്ങളുടെ അവസരം വരുമ്പോ ഞാൻ കേട്ടോളാം നിങ്ങളുടെ വേർഷൻ. ഇനി നിങ്ങൾ പറഞ്ഞു ED-യെ കുറിച്ച്. നിങ്ങൾക്കറിയുമോ സർ, 1956 മെയ് മാസം 1-ാം തീയതി ED രൂപീകരിച്ചത് ഏത് സർക്കാരാണ്? 1956 മെയ് മാസം 1-ാം തീയതി ED രൂപീകരിച്ച ഏത് സർക്കാരാണ്? അവരിന്ന് പ്രവർത്തിക്കുന്ന നിയമം മുഴുവൻ പാസ്സാക്കിയത് ആരാണ്? 3 തവണ ED-യുടെ റിഫോർമേഷൻ നടന്നിട്ടുണ്ട്. 1999, 1976 നിങ്ങൾ രൂപീകരിച്ച FERAക്ക് പകരം ഫെമ വിദേശ നാണയ വിനിമയ ചട്ടം അവർക്ക് ബാധകമാക്കിയത് ആരാണ്? സ്വത്ത് കണ്ടുകെട്ടാനും പ്രതികളെ അറസ്റ്റ് ചെയ്യാനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അധികാരം കൊടുത്തത് ആരാണ്? തീർന്നില്ല. നിങ്ങളുടെ ഭരണകാലത്ത് 2005 കള്ളപ്പണം വെളുപ്പിക്കൽ, ഇന്ന് ED എടുക്കുന്ന നിയമം, കള്ളപ്പണം വെളുപ്പിക്കൽ നിയമം അവർക്ക് അധികാരം കൊടുത്തത് ആരാണ്? അപ്പൊ നിങ്ങൾ ഈ അധികാരമൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ എന്തായിരുന്നു ധരിച്ചിരുന്നത്? നിങ്ങൾ എക്കാലവും ഇന്ത്യ രാജ്യത്ത് അധികാരത്തിലിരിക്കുമെന്നും നിങ്ങൾക്കിങ്ങനെ ഇതുകൊണ്ട് ചെയ്യാമെന്നും നിങ്ങൾ ധരിച്ചുവോ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഇത് വിയോജിപ്പുണ്ടെങ്കിൽ കോടതിയിൽ പോകാം. നിങ്ങൾ തന്നെ ഈ ചർച്ചയിൽ തുടക്കത്തിൽ പറഞ്ഞു ED ഒന്നും ചെയ്തില്ല. ഇപ്പം നിങ്ങൾ പറഞ്ഞു AC മൊയ്തീൻ്റെ സ്വത്ത് കണ്ടുകെട്ടിയെന്ന്. എവിടെയെങ്കിലും ഒന്ന് ഓർത്ത് നിൽക്കണ്ടേ സാർ? ഇനി എന്തിനാണ് നിങ്ങൾക്കൊക്കെയുള്ള താല്പര്യം? നിങ്ങൾ പറഞ്ഞു ഒരു ബാങ്കിനെ കുറിച്ച്. ഒരു ബാങ്ക് അല്ല സാർ BJP ഭരിക്കുന്നത്. കേരളത്തിൽ ഒരുപാട് ബാങ്കുണ്ട്. പണം തട്ടിക്കൽ ബാങ്ക് കേസ് എവിടെയെങ്കിലും BJPക്ക് ഉണ്ടോ? നിയമനത്തെക്കുറിച്ച് കേസ് ഉണ്ടാവാം, നിയമം നടത്തിയതിനെ കുറിച്ച് കേസുകൾ പരാതി വന്നിട്ടുണ്ടാകാം. തട്ടിപ്പ് കേസ് എന്താണ് സാർ? AR നഗർ കേസ്
എന്താണ് സർ പുൽപ്പള്ളിയിലെ കേസ്, ബാങ്കിലെ ശരി കേസ്? ശരി എന്റെ സമയം കഴിയണം, അതുകൊണ്ട് ഞാൻ എന്താണ് ഇടപെടുന്നത്. സർ ഈ രാജുവിലേക്ക് ഒന്നും സമയമില്ല, എനിക്ക് ജയരാജ് പോകാൻ സമയമില്ല. എന്തായാലും അതാണ് ഈ പറയുന്ന രീതിയിൽ ഈ ശബ്ദരേഖ അത് ഏത് രീതിയിൽ വികാസം പ്രാപിക്കുന്നുവെന്നും ശരത്തിനോട് വിശദീകരണം തേടുമോ എന്നും ആ ശബ്ദരേഖയുടെ അപ്പുറം ഇപ്പുറം കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരുമെന്നും ചില കരക്കമ്പുകൾ കേൾക്കുന്നു. നമുക്കറിയില്ല. പുറത്തേക്ക് വരികയാണെങ്കിൽ അത് പിന്നെയും ചർച്ചയാവും. എൻകൊണ്ട് പൂർണ്ണമാവുന്ന ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.